പ്രൈസ് ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. അനേക ദീർഘനാളുകൾ വർഷത്തെ കർത്താവിൻ്റെ വേലയിലായിരുന്ന കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതാനുഭവം നമ്മോട് ഷെയർ ചെയ്യുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ വിലയേറിയ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും, ഹല്ലേലൂയ, അങ്ങയുടെ മഹിമ കണ്ട സാക്ഷിയായതെല്ലാം പറയുവാൻ പരിശുദ്ധാത്മാവ് ദാസനെ ബലപ്പെടുത്തുമാറാകണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിച്ചാട്ട് കർത്താവ് അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഈ സാക്ഷ്യത്തിലൂടെ കർത്താവ് മുഖാന്തരമാക്കണമേ കർത്താവെ. സ്തോത്രമുള്ള ദാസനെ ബലപ്പെടുത്തിയാട്ട് അല്പസമയം പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയൊരു സാന്നിധ്യത്തിനുള്ളിൽ അടികളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. തിരുവല്ലായിൽ. ഓക്കെ, ഓക്കെ. തിരുവല്ലായില് കർത്താവ് സഹായിക്കട്ടെ. ബന്ധക്കോസുകാരുടെ ഈറ്റില്ലമായ തിരുവല്ലായിലാണല്ലോ. അതെ, ആ ദേശത്തിന് തന്നെ അനുഗ്രഹമാണ്. ഓക്കെ, താങ്ക് യു ദേവദാസനെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ വലിയൊരു ദാസന് നൽകി തരികയാണ്. കർത്താവിൻ്റെ ദാസന് അത് വിനിയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഓക്കെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടി വിയിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ അവസരമൊരുക്കി തന്ന ജോയ്സ് ടി വിയുടെ പ്രവർത്തകരോട്, ശേഷാൽ സിസ്റ്റർ റേച്ചൽ മാത്യുവിനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കും. എന്നെ വിവിധ സ്ഥലങ്ങളിൽ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഈ ജോയ്സ് ടി വി ചാനലിൽ എൻ്റെ സാക്ഷ്യം പറയാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക. യോഗ്യതയൊന്നും പറയാനില്ലാത്തത് അയോഗ്യതയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കി തീർത്ത ഒരു വലിയ സാക്ഷ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്ന എല്ലായിടത്തും, ലോകത്തിലെവിടെ പോയാലും സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട്, ഒരു വാക്യമുണ്ട്. അത് അപ്പോസ്തലനായ പൗലോസിനോട് കടമെടുത്ത് 1 കൊരിന്ത്യർ 15 വാക്യം. എങ്കിലും ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതില്ല. ആ 10 വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആകുന്നത് കൃപയാൽ. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ആണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവല്ലായ്ക്കടുത്ത് നെടുമ്പ്രം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ മർത്തോമ മാതാപിതാക്കളാൽ ജനിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ രണ്ടാമത്തെ മകൻ, എനിക്ക് മൂത്തൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ മകനായിട്ട് ജനിച്ചു. ദീർഘവർഷങ്ങളുടെ മാതാപിതാക്കൾ കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ല. അങ്ങനെ പ്രാർത്ഥിച്ച എനിക്ക് മൂത്തൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും പ്രാർത്ഥിച്ച് ഒരു മകനെ ദൈവം കൊടുത്തു. എനിക്ക് താഴെ 3 സഹോദരന്മാരോടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുക ഒരു പ്രാർത്ഥനാനുഭവം, ഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു. അഭക്തരല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയും, എൻ്റെ വലിയപ്പച്ചൻ വലിയമ്മച്ചിമാർ, അമ്മയുടെ അപ്പൻ്റെയും വീട് 2 വീടും അടുത്ത ഒരു മൈൽ വ്യത്യാസം. വളരെ ജീവിതത്തിൽ പാലിക്കേണ്ട നല്ല കാര്യങ്ങൾ എൻ്റെ വലിയപ്പച്ചന്മാർ വലിയമ്മച്ചിമാർ മാത്രമല്ല, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അപ്പച്ചനെയും അമ്മച്ചൊക്കെ ഞാൻ ഓർക്കുക. ഞാൻ ഒരു പെന്തിക്കോസിലെ ഉപദേശിച്ചല്ലേ പാസ്റ്ററാന്ന് പറയുമ്പം ഞാൻ ചിലപ്പോൾ തിരിഞ്ഞു നോക്കും. ആ വലിയമ്മച്ചിമാർ പ്രാർത്ഥിച്ചതുപോലെ അത് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ സമയമെടുത്ത് പ്രാർത്ഥിക്കും. എൻ്റെ ഇളയ അമ്മാച്ചൻ ഒരു പട്ടാളക്കാരനായിരുന്നുകൊണ്ട്
യുദ്ധ മുന്നണി നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ, സൈന്യത്തിന് ഭരണാധികാരികൾ ഒക്കെ പ്രാർത്ഥിക്കുന്ന. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, മോറൽ എത്തിക്സ് ഒക്കെ പഠിപ്പിച്ചത് ഈ വലിയപ്പച്ചൻ വലിയമ്മച്ചുമാരാണ്. എങ്ങനെ ജീവിതത്തിൽ ചരിക്കണം, എങ്ങനെ പോകണം. എന്നാൽ ഞാൻ ഇങ്ങനെ ജനിച്ചു. ഞാൻ എൻ്റെ ബർത്ത്ഡേ ഡിസംബർ 25. അപ്പോൾ യേശു കുഞ്ഞ് ജനിച്ചെന്നൊക്കെ ആളുകൾ പറയുകയൊക്കെ ചെയ്യും. ഞാൻ ഇങ്ങനെ 1956 ഡിസംബർ 25 എൻ്റെ ബർത്ത്ഡേ, ജനന ദിവസം. അപ്പോൾ ഞാനിങ്ങനെ വളർന്നു. ഒരു ചെറിയ പ്രായമായപ്പോൾ, ഒരു 7 വയസ്സിന് മുമ്പ് ഞാൻ മാരകമായ ചില രോഗങ്ങൾക്ക് പിടിയിലായി. ശരീരമൊക്കെ ക്ഷീണിച്ച് ബുദ്ധിമുട്ടായി. എഴുന്നേറ്റ് നടക്കാനോ സ്കൂളിൽ പോകാനോ ഒന്നും കഴിയാത്ത ഒരു അനുഭവം. ചില വർഷങ്ങളിങ്ങനെ പോയി. ആരോഗ്യം കിട്ടുമ്പോൾ പള്ളിയിലും സൺഡേ സ്കൂളൊന്നും കഴിയുമെങ്കിൽ മുടക്കത്തില്ല. എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരും എല്ലാ ക്രിസ്തുമസ് കരോളിൻ്റെ രാത്രി എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഫുഡൊക്കെ ഒരുക്കി ഈ ക്രിസ്മസ് അംഗങ്ങളെ സൽക്കരിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സൺഡേ സ്കൂൾ. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. ഒരുപാട് മരുന്നും വൈദ്യനും നേർച്ചയും കാഴ്ചയും. ഈ കുട്ടനാട്ടുകാരാണ്, ഞങ്ങൾ അപ്പർ കുട്ടനാട്ടുകാരാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ വീഴുന്ന ഒരാൾ കച്ചിത്തുരുമ്പ് കിട്ടിയാലും കയറി പിടിക്കുമെന്ന് പറയുന്ന പോലെ ആരെവിടെ പറഞ്ഞു അവിടെ എല്ലാം എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ട് പോയി. ഞാൻ പറഞ്ഞൊരു ക്രിസ്ത്യ കുടുംബവും ഭക്തിയൊക്കെ ഉള്ളതാണെങ്കിലും എവിടെ വിടുതൽ കിട്ടുന്നത്, ആരെവിടെ പറഞ്ഞാലും പോകും. പരുമലപ്പള്ളി കൊണ്ട് അടിമവെച്ചിട്ടുണ്ട്. പിന്നെ നേർച്ചയും കാഴ്ചയും ഒക്കെ അർപ്പിക്കാനും മന്ത്രവാദമൊക്കെ ചെയ്ത് വിടുതൽ പ്രാപിക്കാൻ നോക്കി. വൈദ്യന്മാരെ ഡോക്ടർമാരെ ഒക്കെ മാറിയൊക്കെ കണ്ടു. എല്ലാവരും കൈവിട്ടു. വിദഗ്ധരായ അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ എക്സ്റേ ഉണ്ട്, സ്കാനിങ് ഒന്നും ഈ തിരുവല്ലയിലോ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലില്ല. പല പൊസിഷനിൽ എക്സ്റേ ഒക്കെ എടുത്തിട്ട് 2-3 ഡോക്ടർമാർ, വിദഗ്ധ ഡോക്ടർമാർ, അവർ മീറ്റിംഗ് കൂടിയിട്ട് എൻ്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഈ കൊച്ചൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. കഷ്ടിച്ചൊരു 16-16 പോകത്തില്ല. അവർ കണ്ടെത്തിയ നിഗമനം, എൻ്റെ ഈ നെഞ്ചുംവയറും കൂടുന്ന ഭാഗത്ത് ഡയഫ്രം, ഇൻറ്റേർണൽ ഓർഗൻ വളർന്നിട്ടില്ല. ഇതുകൊണ്ട് ഞാനൊരു പെർഫെക്റ്റ് ആകിയില്ല, ഒരു പൂർണ്ണ വളർച്ച കിട്ടത്തില്ല എന്ന എൻ്റെ ഡോക്ടർമാർ എൻ്റെ പിതാവിനോട് പറഞ്ഞു. അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നീട് എനിക്ക് ഇച്ചിരൂടെ അറിവൊക്കെ ആയപ്പോഴാണ് എൻ്റെ മാതാവ് ഇതൊക്കെ പറഞ്ഞത്. അങ്ങനെ മരണം പ്രതീക്ഷിച്ച് എൻ്റെ മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടെ വളർത്തുക. പക്ഷേ ഇവൻ രക്ഷപ്പെടത്തില്ല, അവർക്ക് അന്ന് അത്രയൊക്കെ ആവത്തുള്ളൂ. 1967 എനിക്കൊരു 10 വയസ്സ് കഴിഞ്ഞപ്പം തിരുവല്ലയിൽ ഒരു യൂണിയൻ കൂട്ടായ്മ, ഇവിടെ ഞാനിന്ന് തിരുവല്ല കുറ്റപ്പുഴ താമസിക്കുന്ന ആമല്ലൂര് നെല്ലിമൂട്ടിലെ ഒരു വീട്ടിൽ ഒരച്ചായൻ മർത്തോമ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആ കുട്ടച്ചാൻ്റെ വീട്ടിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഒരു പ്രയറുണ്ട്. അവിടെ കാരക്കദോനാച്ച് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ സ്റ്റേറ്റ് ബാങ്കിലെ മാനേജരായിട്ടൊക്കെ റിട്ടയർഡായതാണ്. ആ പ്രിയ പിതാവൊക്കെ വന്ന് ശുശ്രൂഷിക്കുക. അന്ന് ദൈവവചനം കേൾക്കാനും രാത്രി മുഴുവൻ അർദ്ധരാത്രി കഴിയും വരെ ഈ പ്രയറുണ്ട്. പ്രാർത്ഥനയിലൊക്കെ സംബന്ധിച്ച് ദൈവവചനം അകത്ത് ക്രിയ ചെയ്യുവാനിടയായി. എന്നാൽ രക്ഷാനുഭവത്തെക്കുറിച്ച് രക്ഷിക്കപ്പെടണം എന്നോട് ആ ദിവസങ്ങളൊന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1-2 വർഷം ഈ കൂട്ടായ്മകളിലൊക്കെ വരികയും ഒക്കെ ചെയ്തു. എൻ്റെ നാട്ടിൽ പെന്തിക്കോസുകാരില്ല. ഏതാണ്ട് 69-70 കാലഘട്ടങ്ങളിൽ പാസ്റ്റർ KC ജോണിൻ്റെ അമ്മായിയമ്മയും അമ്മായിപ്പനും അവർ ആന്ധ്രയിൽ വിശാഖപട്ടണത്ത് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ആ പ്രിയ പിതാവ് അവരിവിടെ വന്ന് ഞങ്ങളുടെ സ്ഥലത്ത്, ആ മാതാവിൻ്റെ വീട് ഞങ്ങളുടെ നെടുമ്പുറത്തോട് അടുത്ത് ഒരു വാർഡ് അപ്പുറത്താണ്. അപ്പം വന്ന് എൻ്റെ വീടിൻ്റെ ഒരു 2 വീട് അപ്പുറത്ത് ഒരു സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ പണിതു. അവർ വീട് പണിത് മാത്രമല്ല, അവിടെ ഒരു ആരാധന ആരംഭിച്ചു, പെന്തിക്കോസിൻ്റെ. അന്ന് പാസ്റ്റർ KK ചെറിയാനാണ് ആലന്തുരുത്തി വളഞ്ഞുവിട്ട സഭയുടെ പാസ്റ്റർ. അദ്ദേഹവും കമ്പനി ജോലി ചെയ്യുന്ന കുറേ അച്ചായന്മാരും അവരുടെ ഭാര്യമാരും കൂടെ ഇങ്ങനെ നെടുമ്പുറത്ത് വരും. മിക്കവാറും ആഴ്ച 2-3 ദിവസങ്ങളൊക്കെ വരും. വന്ന് അതിശക്തമായ ആരാധന. ഈ മാടപ്രാക്കളെ പോലെ, അന്ന് അമ്മച്ചിമാരെ കച്ചമുറി ചട്ടയൊക്കെ ഇട്ട് വെള്ളയും ആണല്ലോ, അവരിരുന്ന് പ്രാർത്ഥിക്കുക. അവരെ നടന്നു വരുമ്പോഴേ ആ സ്ഥലത്തെ ആളുകൾക്ക് ഭയമാണ്. വിശുദ്ധന്മാരാണ്.
ഇന്നത്തെ കൂട്ടൊന്നുമല്ല. ജീവിതത്തെ അകത്തും പുറത്തും എഴുത്തുള്ള വിശുദ്ധന്മാർ ഇവിടെ വന്ന് മണിക്കൂറുകൾ ആരാധിക്കുമ്പം എൻ്റെ പിതാക്കന്മാർ മാത്രം, എൻ്റെ വീട്ടുകാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു വീട്ടുകാർ വന്ന് ഇങ്ങനൊരു പ്രാർത്ഥന. അതുകൊണ്ട് എൻ്റെ പിതാക്കന്മാർ, എൻ്റെ സഹോദരങ്ങൾ, മൂത്തവരൊക്കെ ഇവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടണം. ഞാൻ മമ്മിയും ഡാഡിന്ന് അവരെ വിളിക്കാം. മമ്മി അതിലെ കടന്നു പോകുമ്പം ദൈവത്താൻ പോകുന്നെന്ന കളിയാക്കി വിളിക്കുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യൻ. പിന്നെ എനിക്കൊരു അർത്ഥമൊക്കെ മനസ്സിലായി. ഞങ്ങൾ രക്ഷിക്കപ്പെടാത്ത ആളുകളാണെങ്കിലും അവരുടെ അകത്ത് ഇവരിൽ ദൈവമുണ്ടെന്ന് ഒരു ബോധ്യമുണ്ടായി. അവരുടെ മകൾ ഒരു മുളയുള്ളൂ, അതാ പ്രൈസ് പാസ്റ്റർ KC വൈഫ്. ഹൈസ്കൂളൊക്കെ അവിടെ പഠിക്കുകയാണ്. പോകുമ്പോൾ ഒരുപാട് നിന്ന അപമാനമൊക്കെ സഹിച്ചു. എന്നാൽ ഒരു രാത്രി എൻ്റെ അമ്മ ഒരു 13 വയസ്സൊക്കെ കഴിഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് ആ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കുക, അവിടെ പ്രാർത്ഥന നടക്കുക. നേരെ വഴിയെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് പറമ്പിൽ കൂടെ പണ്ടൊക്കെ അങ്ങനെ കയറിപ്പാകും. അങ്ങനെ എൻ്റെ അമ്മ എന്നെ അവിടെ കൊണ്ടുപോയി ആ കൂട്ടായ്മയുടെ നടുവിലിരുത്തി പ്രാർത്ഥിക്കുക. ഈ ബഹുമാന്യ ദൈവദാസിയ അമ്മച്ചി ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. അന്ന് രാത്രി ദൈവവചനം എന്നോട് പറഞ്ഞു തന്നു, കുഞ്ഞെ, നീ ഒരു പാപിയാണ്, നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്. എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും ഞാൻ ഈ സുവിശേഷങ്ങളിൽ ക്രൂശീകരണത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗം ഉറക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. ക്രൂശീകരണ യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, പക്ഷെ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ അതുവരെ കഴിഞ്ഞില്ല. എന്നോട് അങ്ങനെ ആരും, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2-3 വർഷങ്ങൾ യൂണിയൻ കൂട്ടായ്മ പോകുന്നു, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുന്നു, പാടുന്നു. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് അത്ഭുത യേശുവിൻ നാമം മണിക്കൂറുകൾ ആ പാട്ട് പാടി ഒരു ദൈവത്തിൽ സന്തോഷിക്കുന്ന ആരാധിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രക്ഷാനിർണയം എന്താണെന്നും രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ പറഞ്ഞു തന്നു. ചില മണിക്കൂർ അപ്പം എനിക്കൊരു എൻ്റെ മനസ്സൊക്കെ വെച്ച ഒരു ഉകിയൊക്കെ ആണെങ്കിലും ഈ പ്രായത്തിൻ്റെ ഒരു അറിവ് മനസ്സിലുണ്ടല്ലോ. അതെ, ഇപ്പം ഞാനൊരു റിബൽ പോലായി. ഇവിടെ ഞാനൊരു ക്രിസ്തീയ വീട്ടിൽ മർത്തോമക്കാരൻ, പള്ളിയിൽ കഴിയുമ്പോൾ പോകും, സൺഡേ സ്കൂളൊന്നും മുടക്കത്തില്ല, എൻ്റെ വീട്ടിൽ എന്നും രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇനി ഞാൻ എന്തുവാ ഇതിനകത്ത് പുതിയത്? പക്ഷേ ചില മിനിറ്റുകൾ ആ പ്രിയ മാതാവ് ഒരു കൊച്ചു ചെറുക്കനെ രക്ഷയിലേക്ക് നിർത്താൻ ആ പ്രിയ മാതാവ് കൊടുത്ത വില ഒരുപാട് വലുതാണ്. എന്നാണ് നമ്മളൊക്കെ ഇവന് ഓട്ടെന്ന് വെക്കും. അങ്ങനെ അന്ന് രാത്രി ചില സമയം കഴിഞ്ഞപ്പം എനിക്ക് ആഴമായൊരു പാപബോധമുണ്ടാകുകയും ഞാൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് എൻ്റെ ഹൃദയത്തിൽ പറയുകയും ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു തന്ന രക്ഷാവാചകം ഞാൻ ഏറ്റുപറഞ്ഞു. അന്ന് രാത്രി എൻ്റെ പേര് സ്വർഗത്തിലെഴുതി. 1970 ഡിസംബർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അന്ന് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി. മറ്റൊരു കാര്യം അപ്പം സംഭവിച്ചു. എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻ വളർന്നു, എൻ്റെ ശൂന്യത മാറി. യേശു കർത്താവ് 1970 ഡിസംബറിൽ എന്നെ സൗഖ്യമാക്കി. ഈ ലോക ഡോക്ടർമാർ രക്ഷപ്പെടുകയെന്ന് പറഞ്ഞെടുത്താൽ 70ൻ്റെ പടിവാരക്ക് നിൽക്കുക. ഇവിടം വരെ കൊണ്ടുവന്ന ദൈവത്തെ ഞാൻ ഒരുപാട് നന്ദിയോട് സ്തുതിക്കുന്നു. ചില ദിവസങ്ങൾ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കരയാതെ എനിക്ക് പറയാം, എന്നെ പാപത്തിൽ രക്ഷിച്ച യേശുവിൻ്റെ സ്നേഹം. രക്ഷാതത്വശാസ്ത്രമൊന്നും പഠിച്ചിട്ട് ഞാനിപ്പോൾ ചിലപ്പം ബൈബിൾ കോളേജിൽ ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ഇതൊന്നും പഠിച്ചുകൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്, പക്ഷേ അന്ന് കിട്ടിയ ദൈവകൃപ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെടാൻ ആ പ്രിയ മാതാവ് വില കൊടുത്തു. 2 വർഷം ഞാനൊരു കുട്ടിയേ ഉള്ളൂ സൺഡേ സ്കൂളിൽ. ഈ അമ്മച്ചി 2 വർഷം എന്നെ പഠിപ്പിച്ചു, എന്നെ ഒരു ഉപദേശിയാക്കിയത്, സുവിശേഷകനാക്കിയത് എൻ്റെ 2 വർഷത്തെ സൺഡേ സ്കൂൾ പഠനമാണ്. 780 വിദ്യാർത്ഥികളും 35 അധ്യാപകരുമുള്ള SNDP സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ അത് രക്ഷിക്കപ്പെടുമ്പോൾ എനിക്ക് 7ാം ക്ലാസ്സിലെത്തിയുള്ളൂ. കാരണം എല്ലാ വർഷവും ഒന്നും പോയില്ല. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് പ്രമോഷൻ, അതും സാറന്മാർ മനസ്സലിഞ്ഞിട്ടാണ്, നീ കിടക്കണ്ട, അടുത്ത ക്ലാസ്സിലോട്ട് പൊക്കോട്ടെന്ന് പറഞ്ഞ് പഠിച്ചിട്ടൊന്നുമല്ല, പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം എൻ്റെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ചേഞ്ച് ദൈവം വരുത്തി. സ്കൂളിലൊക്കെ പോയി. പക്ഷേ എൻ്റെ നാട്ടിലെ ആളുകൾ, പഴയ അമ്മച്ചിമാരെന്നെ വിളിക്കുമായിരുന്നു മിസ്രൈമിലെ പശുവാണ് എന്ന് പറഞ്ഞാൽ അസ്ഥികൂടം. ശരീരത്തിൽ മാംസമൊന്നുമില്ല, ഒരു അസ്ഥികൂടം.
കാറ്റടിച്ച പറന്നു പോകും. ഇങ്ങനെയുള്ള ഒരു ഭയം. 1 മൈൽ അപ്പുറത്തുള്ള എൻ്റെ അമ്മ വീട് നെടുമ്പറത്തിനപ്പുറത്ത് ചാത്തങ്കേരി. അവിടെ ഒരു കടത്തുവള്ളം കയറി പോകേണ്ടതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ വിടുകയില്ല. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കാണും വീണ് നീ ചത്തുപോയാൽ എൻ്റെ അനിയന്മാരൊക്കെ ഓടിച്ചാടി പോകുമ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ദൈവം ഇങ്ങനെ ആക്കിയല്ലോ എന്നൊക്കെ മനസ്സിൽ വേദനിച്ചൊക്കെയാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ദൈവം വലിയ മാറ്റം തന്നു. 1970 ഡിസംബർ അവസാനം രക്ഷിക്കപ്പെട്ടു. 71 ജനുവരി മാസം 9 കുമ്പനാട്ട് നടക്കുന്ന ജനറൽ കൺവെൻഷന്റെ സമാപന ശനിയാഴ്ച 44 പേര് ഒന്നിച്ച് പറയാറ്റുകടവിലൊരു പേര് സ്നാനപ്പെടാൻ കൃപ വന്നു. ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച് സ്നാനപ്പെടാൻ പോയത്. സ്നാനപ്പെടാനൊന്നും പറഞ്ഞല്ല പോയത്. ഞങ്ങള് അമ്മയുടെ കൊച്ചമ്മ തുരുത്തിക്കാട്ടുണ്ട്, കുമ്പനാട്ടുണ്ട്. ഇപ്പൊ കൊച്ചമ്മയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കടന്നുപോയി സ്നാനപ്പെട്ടു. പറഞ്ഞിട്ട് പോകാനുള്ള ധൈര്യവും, അല്ലെങ്കിൽ അന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഈ മമ്മിയും മറ്റൊരു തോമാച്ചാനും കൂടെ വീട്ടിലോട്ടൊന്ന് വരാൻ നേരം എൻ്റെ വല്യപ്പച്ചനും എൻ്റെ കൊച്ചപ്പച്ചൻ, എൻ്റെ അച്ഛൻ്റെ ചേട്ടനും കൂടെ ഉളക്കിയും എലിപ്പത്തിലും ഒക്കെ ആയിട്ട് അവരെ സ്വീകരിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ പെന്തിക്കോസുകാർ കാലുകുത്തിയേക്കരെന്ന് പറഞ്ഞ് അവരെ വിലക്കി. അവരെ കയറാതെ ആ വഴിയിൽ നിന്ന് സ്തോത്രം പിന്നെ പറഞ്ഞ ഞങ്ങൾ അവിടെ എന്ന് പറഞ്ഞു അവകാശം പറഞ്ഞേച്ച് പോരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും 71 ജനുവരി മാസം 9 സ്നാനപ്പെട്ടു. തിരുവല്ലായി നെടുമ്പുറത്ത് വീട്ടിൽ വന്നപ്പോഴത്തേന് എല്ലാവരും അറിഞ്ഞു കലക്കം വെള്ളത്തിൽ മുങ്ങാൻ പോയതാണ്. എങ്ങനെയോ ഒക്കെ അറിഞ്ഞു. വളരെ ശക്തമായ പ്രതിസന്ധി ഉണ്ടായി. പിറ്റേ സൺഡേയിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നേരം എൻ്റെ അച്ഛൻ പറഞ്ഞു, മോനെ നമ്മുടെ വീട്ടുകാരെല്ലാം മർത്തമല്ല, നീ അങ്ങനെ പുതിയ വിധത്തിൽ പോയത് പള്ളിയിൽ പോകണമെന്ന്. എൻ്റെ അച്ഛനെ അനുസരിക്കേണ്ടി കൊണ്ട് ഞാൻ വളരെ വേദനയോട് പിറ്റേ ഞായറാഴ്ച പള്ളിയിൽ പോയി അവിടെ ഒക്കെ നിന്ന് ഇട്ട് അകത്ത് പ്രാർത്ഥികർത്താവേ ഇനിയും ആരാധനയ്ക്ക് പള്ളിയിലോട്ടല്ല, മറ്റു കല്യാണത്തിനും മറ്റു കാര്യം ഒക്കെ വരാം എന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കലും എൻ്റെ പിതാവിനെ നിർബന്ധിച്ചില്ല നീ പള്ളിയിൽ പോകാം. ഞാൻ അന്ന് മുതൽ ദൈവത്തെ ആരാധിച്ചു. 71 ജനുവരി മാസം 9 സ്നാനപ്പെട്ടു. ഡിസംബർ മാസം 18 കർത്താവിൽ വളരെ പ്രസിദ്ധയായ മേരി ഗോവോ ബാവച്ചാൻ്റെ കൗംഭാഗത്തുള്ള വീട്ടിൽ ഒരു കാത്തിരിപ്പൊക്കെ നടക്കുമ്പോൾ തലപിടിയുന്നു. നെടുപ്പുറത്തും ഞങ്ങൾ 2-3 പേരെ പ്രൈസ് മാമയും ഞാനും ഇങ്ങനെ വേറെ 1-2 ആളുകളും ഞങ്ങൾ ഒന്നിച്ച് ഈ കാത്തിരിപ്പ് യോഗത്തിൽ കൗംഭാഗത്ത് മേരി ഗോവറിൻ്റെ വീട്ടിൽ വന്ന് കയറിയതേ അറിയത്തുള്ളൂ. മാങ്ങാനും ജോസഫ് പ്രദേശി ആദ്യമായിട്ട് കാണുക. കാത്തിരിപ്പ് യോഗം നടത്തും. വളരെ തീയിറങ്ങുക. ചില നിമിഷങ്ങൾക്കകം പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. 1-2 ദിവസം അന്യഭാഷ മലയാളം പറയാൻ കിട്ടാത്ത ഒരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് രാത്രി പരിശുദ്ധാത്മാഭിഷേകം എൻ്റെ മേൽ പകരുമ്പോൾ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ആ രാത്രി ഞാൻ സമർപ്പിച്ചു. കർത്താവെ, എന്നെ രക്ഷിച്ച കർത്താവിനെ എൻ്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ സാക്ഷിയായി നിൽക്കും. 1971 ഡിസംബർ 18 ഞാൻ പ്രാപിച്ച പരിശുദ്ധാത്മാഭിഷേകം 2025 സെപ്റ്റംബർ മാസം 11 നിൽക്കുമ്പോഴും ആ ശക്തി എന്നെ കുറഞ്ഞില്ല. ഇന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നോട് നടത്തും. ഒരു 10-14 വയസ്സൊക്കെ ആയപ്പം എന്നോട് ഞങ്ങളുടെ സ്ഥലത്ത് പുതിയ വേലയാണ്. 1970 ആരംഭം അല്ലെ 69 ഒക്കെയാണ് ഈ വേല തുടങ്ങുന്നത്. 72 പാസ്റ്റർ KC ജോൺ അവിടെ വന്ന് അതിനുശേഷം സഭ വളർന്നു. അതുവരെ ഞങ്ങൾ കുറച്ചാളുകളൊക്കെ കൂടി ഈ മമ്മി ആ സഭായോഗം നടത്തുന്നത്. മിക്കവാറും ഞാൻ ആ സഭായോഗത്തിൽ സങ്കീർത്തനം വായിക്കും. ഒരു സഹോദരി സങ്കീർത്തനം വായിക്കുക, കൊച്ചു കിടക്കനായി ഞാൻ സങ്കീർത്തനം വായിക്കും, ആ അമ്മച്ചി പ്രബോധിപ്പിക്കും. അങ്ങനെ ദൈവവചനവും നല്ല ഒരു ആത്മീയ പശ്ചാത്തലം, നല്ല ആരാധനയുടെ ഒരു അന്തരീക്ഷം ലഭിക്കാനിടയായി. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. കർത്താവിനെ നടത്തി. ആ ചെറിയ പ്രായത്തിൽ രാവിലെ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ ഞങ്ങളുടെ ദേശത്തൂടെ 1 മൈൽ ചുറ്റളവിൽ വാക്യം വിളിച്ചു പറഞ്ഞു പോകുമായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രവർത്തനം. ഞാൻ രക്ഷിക്കപ്പെട്ട് അധികം കഴിയുന്നതിന് മുമ്പ് ഈ പാണ്ടങ്കേരി, എടത്തുവായിക്കടുത്ത് പാണ്ടങ്കേരി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ഓണവാര വേല നടക്കുകയാണ്. അന്ന് തായിപ്പാട്ട് TG ഈശോ എന്ന് പറയുന്നൊരു ദൈവദാസന് ചിന്നമ്മാമ, അച്ഛൻ്റെ കസിൻ നേട്ടങ്ങളോ അങ്ങനെ ആരോ ബന്ധം കൃത്യം പറയും. അവിടെ ഇങ്ങനെ 2-3 ദിവസം ഞങ്ങൾ താമസിച്ച് ട്രാക്ട് കൊടുക്കുകയും പരസ്യയോഗം നടത്തുകയും ചെയ്യുക. അപ്പം ഈ അച്ഛൻ ഒരു രാവിലെ അന്ന് താൻ അമേരിക്ക ബന്ധമുള്ള അമേരിക്ക പോവുകയും വരികയും ഇങ്ങനെ അമേരിക്കൻ സിറ്റിസൺ
ഇപ്പം അടുത്തൊന്നും എനിക്ക് തോന്നുന്നു ആ ഒരു മൈക്കൊക്കെ ഹാൻഡ് മൈക്കൊക്കെ കൊണ്ട് തോളേറ്റൊക്കെ ഇങ്ങനെ ഇതാ. അപ്പം ഈ പരസ്യവും നടത്തി വരുവീൻ ഈ നല്ല സമയമൊക്കെ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് പാടി. അത് കഴിഞ്ഞപ്പം ഈ ഈശോച്ചാൻ എൻ്റെ പെറ്റ്നെയും മോനിച്ചൻ വിളിക്കുന്നത് ഒഫീഷ്യൽ നെയിമാണ് വിജയ തോമസ്. മോനിച്ചിരിപ്പം സാക്ഷ്യം പറയുന്നത് എന്നാ സാക്ഷ്യം പറയും? സഭയ്ക്കകത്ത് സാക്ഷ്യം പറയാം, കർത്താവ് എന്നെ രക്ഷിച്ചു, കർത്താവ് ഞാൻ എനിക്ക് നല്ലവന് ഒത്തിരി പ്രയാസമുണ്ട്, കുടിച്ചെന്നൊക്കെ പറയാം. പക്ഷെ പരസ്യ സ്ഥലത്ത് എന്നാ പറയേണ്ടി അറിയത്തില്ല. വരയ്ക്കാൻ തുടങ്ങി, മൈക്രോഫോണും ഞാനും ഒക്കെ വരച്ചു. എല്ലാം പ്രയാസം തോന്നി. എങ്കിലും 2-3 മിനിറ്റ് ഞാനൊരു പാപിയായിരുന്നു, ഞാനൊരു രോഗിയായിരുന്നു, യേശു എന്നെ സൗഖ്യമാക്കി എന്ന് 2-3 മിനിറ്റ് പറഞ്ഞ് കാറ്റൊന്നും എനിക്കില്ലല്ലോ, അതൊന്നും നോക്കുന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം പിന്നീട് നിരവധി ഞങ്ങളുടെ അടുത്ത സ്ഥലത്തെ 1-2 പിതാക്കന്മാരും ഞാനും ഒരുമിച്ച് മിക്കവാറും എല്ലാ 4 മണിക്കും പരസ്യം നടത്തുന്നു. ഞാൻ പാടാൻ വലിയ വശം ഇപ്പോഴും ഇല്ല, അന്നുമില്ല. അങ്ങനെ അവരുടെ കൂടെ പോയി ഞങ്ങൾ ഒന്നിച്ച് പാടും. ഈ പിതാക്കന്മാർ പറയുന്ന പ്രസംഗമൊക്കെ ഞാൻ എടുത്തു പറയും. ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോൾ ഉപദേശിക്കുന്നൊരു വിളിപ്പേരിന് വേണ്ടി, കാരണം കൂട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ട്. ഇങ്ങനെ അതൊരു പല സ്ഥലങ്ങളിൽ തോട്ടുവക്കത്തൊക്കെ അന്ന് ഇതുപോലെ റോഡും വണ്ടിയൊന്നും ഇല്ലല്ലോ. മിക്കവാറും ഒരു സ്ഥലത്ത് വണ്ടി ഇറങ്ങിയിട്ട് നടന്നു പോയി ഏതെങ്കിലും ഒക്കെ തോട്ടിന്റെ കരയ്ക്ക് ചെറിയ നിന്നുകൊണ്ട് അപ്പൊ ആ ഭാഗത്തുള്ള ഒരു 10-20 പേർക്കൊക്കെ കൂടും, അവരോട് തിരുവനൊക്കെ അപ്പൊ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോരുന്നു. 1975 ആയപ്പോൾ എൻ്റെ SSLC കംപ്ലീറ്റ് ചെയ്തു. അവിടെ വരെ ദൈവം എന്നെ സഹായിച്ചതിനിടയിൽ ഒത്തിരി പ്രതിസന്ധി രക്ഷിക്കപ്പെട്ട് ചില മാസങ്ങൾ പിന്നിട്ടപ്പം എനിക്ക് മഞ്ഞപ്പിത്തമാണെന്നൊന്നും അറിഞ്ഞില്ല. കുറേ ദിവസങ്ങൾ ക്ഷീണിതനായി. ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ തല ഇറങ്ങി താഴെ വീണു. എൻ്റെ മാതാപിതാക്കളെ എന്നെ എടുത്ത് വെളുപ്പിനെ കുടുംബ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോഴാണ് എന്നെ എടുത്തോണ്ട് വന്നു. അമ്മ പെട്ടെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഓടിപ്പോയി ഒരു കാപ്പിയൊക്കെ ഇട്ട് മുട്ടയൊക്കെ വാട്ടി ആഹാരമൊക്കെ കഴിഞ്ഞ ദിവസം കഴിക്കാതാണ് ഇങ്ങനെ തന്നു. എന്നിട്ട് പിന്നീട് എനിക്ക് പ്രയാസം കുറച്ച് കഴിഞ്ഞ് എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പം മൊത്തം നന്നായിട്ട് മഞ്ഞിച്ചിട്ടുണ്ട്, മഞ്ഞപ്പിത്തമാണ് അവർക്ക് മനസ്സിലായി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അതിന് ഒരു തൊട്ട് മുമ്പ് എൻ്റെ ഒരു അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ, ഒരപ്പൻ്റെ ജ്യേഷ്ഠനൊക്കെ മഞ്ഞപ്പിത്തം വന്ന് മരിച്ചു. അപ്പം ഞങ്ങളുടെ അവിടെയും ഞങ്ങളുടെ ആ പള്ളിയിലൊക്കെ പറയും ഒരെണ്ണം പോയാൽ 3 എണ്ണമാണ്, ഒന്ന് കഴിച്ചാൽ 3 എന്ന് പറഞ്ഞ പോലെ 3. അപ്പം 3ാമത്തെ ആൾ എൻ്റെ കുടുംബക്കാരെല്ലാം നിശ്ചയിച്ചു 2 പേര് മഞ്ഞപ്പിത്തം വന്ന് മരിച്ചു, ഇനി 3ാമത്തെ ഇവന് നോക്കാം. ഇവരൊരു പെന്തിക്കോസ് എങ്ങനെ കാണും. പക്ഷെ എൻ്റെ അകത്തങ്ങ് ഭയങ്കര ദൈവകൃപയെ ആദരിക്കുക. ഞാൻ അന്ന് അഭിഷേകം പ്രാപിച്ചിട്ടില്ല, അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പാണ്. ഞായറാഴ്ച കഴിഞ്ഞ് എനിക്ക് ഭയങ്കര എൻ്റെ അന്ന് നീരേറ്റ് പുറത്തൊരു വാടക വീട്ടില്ല ഞങ്ങളുടെ ചർച്ച നടക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് സഹായത്തിന് വേണം. രാവിലെ കുളിച്ച് അമ്മേനെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി സഹായത്തിന് എൻ്റെ അമ്മേനെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ശരിക്കും ക്ഷീണിതരാണ്. ഹോളിൻ്റെ വാതിക്കൽ വാടക വീട്, അവിടെ ആ വീടിൻ്റെ വാതിക്കൽ ചെല്ലുമ്പം ഈ ഡാഡി അല്ലെങ്കിൽ കേസിലുണ്ട് അമ്മായിപ്പൻ അവിടെ നിൽക്കുന്നു. ആ പ്രിയ പിതാവിന് എൻ്റെ അമ്മയോട് ചോദിച്ചു കുഞ്ഞമ്മേ ഇവൻ എന്നെ പറ്റി കയ്യരൊക്കെ പിടിച്ചോണ്ട് വരുന്നത്. അവൻ പറഞ്ഞു ഡാഡി, അമ്മയും ഡാഡിയിലാണ് വിളിക്കുന്നത്, ഡാഡി ഇവന് രാവിലെ കറങ്ങി താഴെ വീണു, ഞാൻ പെട്ടെന്ന് കാപ്പിയും മുട്ടയൊക്കെ വാട്ടി കൊടുത്തു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഇവന് മഞ്ഞപ്പിത്തമാണ് ഞങ്ങൾ അറിയുന്നു, വലിയ പ്രയാസം, ഇവനൊട്ട് മരുന്ന് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു മരുന്ന് വേണ്ട, എൻ്റെ കർത്താവ് വിടുവിക്കും, എന്നെ വലിയ രോഗത്തിൽ നിന്ന് വിടുവിച്ച് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് രക്ഷിക്കും. ആ പ്രിയ പിതാവ് അവിടെ നിന്നോണ്ട് ആ വാതുക്ക് നിന്നിട്ട് എൻ്റെ തലയെ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു, മോനെ വിശ്വസിച്ച നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എനിക്ക് വിശ്വാസം എന്നാന്നോ മഹത്വം എന്നാന്നോ അറിയത്തില്ല, പക്ഷെ ആ വാക്ക് എൻ്റെ അകത്തെ ക്രിയ ചെയ്തു. അവൻ തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ചു വന്ന് 107-ാം സങ്കീർത്തനം 20-ാം വാക്യം. അതൊക്കെ പിന്നെ പഠിച്ചപ്പോഴാ ഈ ബൈബിളൊക്കെ ഇങ്ങനെയാന്ന് ഒക്കെ പറഞ്ഞത്. പക്ഷെ ഇത് വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണോ യേശു മർത്തയോടും മറിയോടും പറഞ്ഞാണ് ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ആ പിതാവ് പറഞ്ഞ ആ വചനം എന്നെ സൗഖ്യമാക്കി. ഞാൻ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് വീട്ടിൽ ചെന്നു. എൻ്റെ വീട്ടുകാരെല്ലാം വിളകി. അന്നൊക്കെ ഈ പച്ചമരുന്നാണ് കഴിക്കുന്നത്. എന്തെങ്കിലും ഇച്ചിരി മരുന്ന് കൊടുത്തില്ലെങ്കിൽ എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ അമ്മ ആകെപ്പോടെ പ്രയാസത്തിലായി. എൻ്റെ വലിയപ്പച്ചൻ കരിക്കൂറ്റ് നിൽക്കാം, നിന്നെ ഇപ്പം ശരിയാക്കും, നിന്നെ മോനെ ശരിയാക്കും. എൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞു വിട്ടു, തോമസ് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ എന്നൊക്കെ ഭീഷണി മുഴക്കി. എൻ്റെ അമ്മ
ആ സന്ധ്യയിൽ വന്ന് എൻ്റെ അടുക്ക വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പൊന്നുമോനെ, ഇവരെ ഓർത്ത് നീ ഒരു മരുന്ന് കഴിക്കാൻ സമ്മതിക്കണം. ഞാൻ പറഞ്ഞു, അമ്മ എന്നെ കർത്താവ് സൗഖ്യമാക്കി, ഇനി ഞാൻ മരുന്ന് കഴിക്കണം, അമ്മ എന്തിനാ നിർബന്ധിക്കണേ? ഞാൻ ജീവിച്ചാലും മരിച്ചാലും എൻ്റെ കർത്താവിനാണ്. ഞാൻ ദൈവത്തിന്റെ പൈതലാ. ഞാൻ ഇതവാ ഇന്ന് രാത്രി മരിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്ക് പോകും. അതുകൊണ്ട് അമ്മ ആ കാര്യത്തിൽ ഒന്നും പറയില്ല, അമ്മ വിഷമിക്കല്ലേ, അമ്മയ്ക്കൊന്നും അവരാരും ഒന്നും ചെയ്യത്തരുന്നു. എന്നാലും മാനുഷിക നിലയില്ല. 4-5 ദിവസം ഉപ്പൊന്നും തരാതെ ഇങ്ങനെ ഉപ്പില്ലാത്ത കഞ്ഞിയൊക്കെ കുടിച്ച് ഇങ്ങനെ പോയി. അതിനുശേഷം ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ ടീച്ചറിന്, എൻ്റെ ക്ലാസ് ടീച്ചർ, അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ കയറി, ശാന്തമ്മ ടീച്ചർ, ഞങ്ങളുടെ സ്ഥലത്തിനടുത്ത് ഒരു മേലപ്പുറത്തേ ഉള്ളൂ. ശാന്തമ്മ ടീച്ചറിൻ്റെ കൈയൊക്കെ പിടിച്ചു നോക്കി എന്നോട് പറഞ്ഞു, എടാ, ദൈവം നിനക്ക് വിടുതൽ, നീ എന്നെ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ സാറ് CSI ബാക്ക്ഗ്രൗണ്ടാ, സാറ് രക്ഷിക്കപ്പെട്ട ദൈവഭക്തയാവ്. പോൾ സാറോടുണ്ട്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അത് ഞാൻ പറഞ്ഞു, എൻ്റെ കഷ്ടത്തിൽ നിന്ന്, എൻ്റെ രോഗത്തിൽ നിന്ന് എന്നെ സൗഖ്യമാക്കണേ എന്ന്. എൻ്റെ ഈ ക്ലാസ് ടീച്ചറ്, ഞാൻ ഇന്നും അമ്മയെപ്പോലെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, സ്നേഹിക്കുന്ന ആ ടീച്ചർ എൻ്റെ തോളെ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ തോമസ് കുട്ടി, ഇനിയും നിനക്ക് എന്തെങ്കിലും കഷ്ടം വരുമ്പോൾ നീ അങ്ങനല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ക്ലാസ് ടീച്ചർ CSI കാരിയ. ആ ടീച്ചർ പറഞ്ഞത് ഞാൻ ഇന്നും ഫോളോ ചെയ്യാം. എന്തോ പറഞ്ഞെന്തറിയാവോ? കർത്താവെ, ഈ കഷ്ടം സഹിപ്പാനുള്ള കൃപ തരണം. സൗഖ്യമാക്കിയോ സൗഖ്യമാക്കാതിരിക്കുക ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം എന്തോ ചെയ്യും. ഭൂതാബാലന്മാർ, ചന്ദ്രമേശ, കഥ, ഇന്ദ്രഭൂപ് പറഞ്ഞു, അതൊക്കെ പിന്നെ പഠിച്ചത്. അവര് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ എന്തോ ചെയ്യത്തില്ല. നെബൂഖദ്നേസർ ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. അടിമപ്പിള്ളേര് പറയുക, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി. എൻ്റെ ടീച്ചറെ എനിക്ക് പറഞ്ഞു തന്ന ആ ഉപദേശം ഞാൻ എവിടെ കാണുമ്പോഴും, ഇപ്പോഴൊക്കെ പിള്ളേരെ വന്നപ്പോൾ ഇപ്പോൾ ഒത്തിരി നാളെ കണ്ടിട്ട് കാണുമ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിക്കും, നീ വലിയ പാസ്സായവിടാന്നൊക്കെ ചോദിക്കും. അപ്പോൾ സന്തോഷം ഭയങ്കരം. അതെ, ഞാൻ പറഞ്ഞത്, ഇന്നും എൻ്റെ ജീവിതത്തിൽ നിരവധി കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മാനപ്പിടക്കം പോലെ വന്നപ്പോഴെല്ലാം ഞാൻ ഈ പ്രയാസത്തിൽ നിന്ന് കർത്താവെ എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഇത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണം. എൻ്റെ കഴിഞ്ഞ 56 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ ധൈര്യപ്പെടുത്തിയത്, ഏത് പ്രതിസന്ധികളുടെ കൂടെ പോകുമ്പോൾ ഊരിലും താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ട ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ ഇൻസിഡന്റും എന്നെ കൂടുതൽ സക്രീകരിച്ച് കർത്താവിനോട് കൂടുതൽ അടുപ്പിച്ചു, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനിടയാക്കി. അങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പായിപ്പാട്ട് TD ഈശോച്ചാൻ്റെ ബൈബിൾ സ്കൂളിൽ മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞ് 2 മാസം പഠിച്ചു. അതിനുശേഷം മെയ് 17-ാം തീയതി കോട്ടയത്ത് ശാലയും ബൈബിൾ സ്കൂളിൽ, അതായത് ഇന്ന് നിത്യത വിശ്രമിക്കുന്ന ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ ശക്തന്മാരായ നേതാക്കന്മാർ ഒരുവനായിരുന്നു അത് യുഗത്യം PM ഫിലിപ്പ് സാറിന്റെ അടുക്കൽ പാസ്റ്റർ KC ജോണിനെ കൊണ്ടുപോയി ആക്കി. KC ജോൺ അവിടുത്തെ അധ്യാപകൻ. ഞാൻ അവിടെ ചെന്നപ്പം ഒരു കൊച്ചിയിറക്കൻ കുട്ടൂരിന്റെ വായു അവിടെ ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പം വെള്ളിയാഴ്ച അപ്പച്ചൻ കൊട്ടാരക്കെ എങ്ങാണ്ട് പ്രസംഗിക്കാൻ പോവാ. തോമസ് കുട്ടി, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, നിന്നെ തിരുവല്ലായി വിടാന്ന് പറഞ്ഞു. ഞാൻ ഓർത്തന്റെ ദൈവമേ, ആദ്യമായിട്ട് കാറായിരുന്നു, അങ്ങനൊന്നും കയറിയിട്ടില്ല. അത്രയും ഒരു സാഹചര്യമുള്ള ഒരു വീടൊന്നും അല്ല നീ. പിന്നെ ഞങ്ങളുടെ അടുത്ത് 2 വിജയാബസും PTS ഒക്കെ ഉണ്ട്, അതിലൊക്കെ കയറി അത്യാവശ്യം അത്രയും ഇഷ്ടമുള്ളതേ ഉള്ളൂ. കാറിൽ ഇങ്ങനെ അപ്പച്ചനോട് കീടിച്ച് പറത്തൊക്കെ ഇരിക്കാം. നെടുമ്പുറത്ത് കൊണ്ട് ഇറക്കിയേച്ച് പാസ്റ്റർ KC കൊണ്ട് വീട്ടിലെ പറ്റി വേവിച്ച തോമസ് കുട്ടി ബൈബിൾ സ്കൂളിലൊന്നും പഠിക്കാനായി. ഇവനെ 1-2 വർഷം കൂടി ഇതുപോലെ പേഴ്സണാലിറ്റി ഇല്ലെന്നേ. SSLC ബുക്ക് വെയിറ്റ് 28 കിലോയോ. ഞാൻ ഈ ഖത്തറിൽ സൂക്ഷിക്കാൻ പോയപ്പോഴേ ലോക IPC ശാലയ സഭയുടെ പാസ്റ്ററായിട്ട് ചില വർഷങ്ങൾ ഇരിക്കുന്നു. അവിടെ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞപ്പം അവിടെ ഒരു സഹോദരൻ മോൻസി അന്ന് പോയിട്ട് അവൻ്റെ വീട്ടിൽ ആ ഫുഡിനെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ പറഞ്ഞു, പാസ്റ്റർ 2 പൂവൻകോഴിയുടെ വെയിറ്റേ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളായിരുന്നു. അപ്പം ഫിലിപ്പ് സാറ് ആ ആഴ്ച എന്നെ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച അങ്ങോട്ട് വരണ്ട, ഇവിടെ നിൽക്കട്ടെ 2 വർഷം. പിറ്റേയാഴ്ച എൻ്റെ അകത്ത് ഈ കർത്താവിനെ വിളി, ഞാൻ പറഞ്ഞല്ലോ 71 ഡിസംബർ 18 ഞാൻ പ്രാപിച്ച പരിശുദ്ധാത്മാഭിഷേകം ദൈവത്തിന്റെ വേലയ്ക്കുള്ള ദർശനത്തോടും വിളിയോടും കൂടെ.
അല്ലാതെ ആരെങ്കിലും ഒരു ദൂത് എന്നോട് നൂറുകണക്കിന് ആളുകൾ ദൂത് പറഞ്ഞിട്ടുണ്ട്. ഞാനതെല്ലാം ഞാൻ ഓർക്കും 1970 ദൂത് പറഞ്ഞ പോലെ ഈ 2025 എന്നോട് പറയുന്ന സെയിം പരിശുദ്ധാത്മാവിന് മാറ്റമൊന്നുമില്ലല്ലോ. അത് തന്നെ പറയാറുണ്ട്. വരുന്നവരെല്ലാം എൻ്റെ തലയിൽ കൈവച്ചിട്ട് നിന്നെ കർത്താവിൻ്റെ പേരേക്ക് വിളിച്ചതാ, നിന്നെ കർത്താവിൻ്റെ പേരേക്ക് വിളിച്ച സാറ കൂടാരത്തിൻ്റെ മാടവ് ചിരിച്ചെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ ഇരുത്തിച്ചോട്ടോ. എന്നെ കൊണ്ടാണോ അമ്മയുടെ നുറുക്കിലെന്ന് മാറാൻ ഭയപ്പെടുന്ന, വാക്കുകൾക്ക് ബന്ധപ്പെടുന്ന, മലയാളം പോലും ശരിക്കും പറയാനറിയാൻ വയ്യാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരവസ്ഥ സിറ്റുവേഷനിലുള്ള എന്നെയാണ്. പക്ഷെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സ്ഥിതി മാറി. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ 14-ാമത്തെ വയസ്സിൽ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങിയാണ്. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, ഈ പ്രവാചകന്മാരോട് സംസാരിക്കും, ദൈവം എന്നോട് സംസാരിക്കും. കാൺമി, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. നാം അങ്ങനെ തന്നെയാണ്. ഒന്ന് യോഹന്നാൻ 3:1. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവവൈതലാണെങ്കിൽ ഈ പ്രവാചകനോട് പറയുന്ന ദൈവം എന്നോടും അന്നു മുതൽ ഇന്ന് വരെ എന്നോട് ദൈവം സംസാരിക്കാതിരുന്ന ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ നീ എന്നെ മാർത്തോ, എന്താ എന്നോടൊന്ന് സംസാരിക്കാം. ഞാൻ ഇന്നും ദൈവശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യൻ. ദൈവം എന്നോട് വ്യക്തമായി ഹൃദ്യമായി സംസാരിക്കും. അങ്ങനെ 2-ാമത്തെ തിങ്കളാഴ്ച ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഫിലിപ്പ് സാർ എന്ന് പറഞ്ഞ ഭയങ്കര ആളുകൾ ഭയപ്പെടുന്ന അത്ര ശക്തമായി ദൈവം ഉപയോഗിച്ചാൽ എന്നെ ഒന്ന് തുറച്ചു നോക്കി. 2-ാമത്തെ വെള്ളിയാഴ്ച അപ്പത്തിന് ഇവിടെ ഇങ്ങോട്ട് കൺവെൻഷൻ ഉണ്ട്, ഇങ്ങോട്ട് തെക്കോട്ട് വരിക. എന്നോട് പറഞ്ഞു തോമസ് കുട്ടിയിൽ നിന്ന് കൊണ്ടുപോകാം. ഇതേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ വാക്ക് കേസിൽ കൊണ്ടുപോകാം ശൈവം പഠിക്കാനുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പച്ചന്റെ മനസ്സിനകത്ത് ഇവൻ 2 വർഷം അന്ന് 2 വർഷം കൊടുക്കും. ബൈബിൾ സ്കൂൾ കഴിഞ്ഞാൽ ഉപദേശമായിട്ട് ഏതൊരു സഭ വിട്ട ആരാ ഈ പേഴ്സണാലിറ്റി ഇല്ലാത്ത ചെറുക്കനെ അംഗീകരിക്കുന്നതാണ്. ഇവനെ എവിടെ നമുക്ക് അയക്കാൻ പറ്റും? ഇതാ ഇവരുടെ അകത്തെ 3-ാമത്തെ തിങ്കളാഴ്ച ഞാൻ ഹോട്ടലിൽ പോലുള്ള ബാഗൊക്കെ ആയിട്ട് അവിടെ ചെന്നു. അപ്പൊ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇതിന് മനസ്സിലായി ഇവനെ പറിച്ചെറിയാൻ പോകത്തില്ല. 2 വർഷം ഞാൻ പഠിച്ചു. തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ 50 വർഷം സേവിച്ചു, ശുശ്രൂഷിച്ചു. ബൈബിൾ സ്കൂളിൽ ചില വർഷങ്ങൾ വിവാഹം കഴിക്കും വരെ മറ്റു ദൈവദാസന്മാരോടുകൂടെ പൈനിയർ വർക്ക് ചെയ്തു. പാസ്റ്റർ ഫിലിപ്പ് സാറ് മരിക്കും വരെ താൻ പ്രസംഗിച്ചു നിരവധി പ്രസംഗങ്ങൾ എടുത്തു പറയാൻ, തൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാൻ കർത്താവ് ഒരുപാട് അവസരങ്ങൾ തന്നു. ഞാൻ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ ശുശ്രൂഷിച്ചു പോരുമ്പോൾ പിതാവ് ഫിലിപ്പ് സാർ വിളിച്ചു, തോമസ് കുട്ടി ഇന്നലെ കോട്ടയത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ്. കാരണം ഞാൻ അവിടെ പിന്നെ തുടരണമെന്ന് ആഗ്രഹിച്ച ഒരു ദൈവദാസൻ, വളർച്ചയിൽ സന്തോഷിച്ചൊരു ദൈവദാസൻ എന്നെ തള്ളിയതാണെങ്കിലും ദാവീദിനെ ഈ യാഗസത്യത്തിൽ കൂട്ടാൻ കൊള്ളത്തിൽ എന്ന് പറഞ്ഞ പോലെ ഒരു സുവിശേഷകനാകാനുള്ള കഴിവില്ല, പ്രാപ്തിയില്ലെന്ന് കണ്ടെടുത്ത് ദൈവത്തിനെ കൈപിടിച്ചുയർത്തി. കഴിഞ്ഞ 50 വർഷം സുവിശേഷത്തിന്റെ പോർക്കളത്തിൽ നിൽപ്പാനിടയായി. ഞാൻ സാക്ഷ്യം പറഞ്ഞു അനുഭവമൊക്കെ കഴിഞ്ഞു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പം ഒരു വലിയ പ്രതിസന്ധി എൻ്റെ വീട്ടിലുണ്ടായി. എൻ്റെ പിതാവ് ഒരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുക. എൻ്റെ യോഗവും ട്രീറ്റ്മെൻറ്റും കൊണ്ടെല്ലാം തീർന്ന് വെറും പാപ്പരായി തീർന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം 14 വയസ്സിലൊക്കെ പോസിക്ക് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് പറ്റുമെന്നിക്കാതെ 2-3 ദിവസമൊക്കെ പോസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് ആലോചനയൊക്കെ പ്രാപിച്ച് അങ്ങനെ എൻ്റെ പിതാവ് ഇരിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ശരീരം മുഴുവൻ നീതി വെച്ചു. തനിക്ക് തൻ്റെ പ്രവർത്തനത്തിൽ വയ്യ, ഞങ്ങളെ പുലർത്താൻ വയ്യ, വീട് പട്ടിണിയായി. അവിടെ ഞങ്ങളുടെ വാതിക്കൽ ഒരു പലചരക്കടയുണ്ട്. എൻ്റെ വീടിന് അഭിമുഖമായിട്ട് ആ പലചരക്കട. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സൗന്ദര്യമുള്ള കുടുംബം. അവരിങ്ങനെ ഈ പലചരക്കട നടത്തുക. അവിടെ വൈകിട്ട് ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ വീട്ടുകാരൻ ചേന്മാരും എല്ലാം കൂടെ വന്നിട്ടിരുന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുമ്പം അവരുടെ ഏറ്റവും വിഷയം ഞങ്ങൾ ജോർജും പിള്ളേരും പറ്റി ജോർജ് ഇപ്പം വണ്ണം വെച്ച് നീര് വെച്ച് ഇങ്ങനെ വല്ലാണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ അന്നത്തെ അറിവുകേടോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ അച്ഛനെ നീ സൗഖ്യമാക്കണം, അത് എന്നിലോട്ട് വന്നോട്ടെ. ഞാനത് ഏറ്റെടുക്കുക. ഞാനിപ്പോ രോഗിയെ കിടന്ന ഇവിടെ വിഷയമല്ല, എൻ്റെ അച്ഛൻ രോഗിയായ ഞങ്ങളെല്ലാം അവതാളത്തിലാണ്.
പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എൻ്റെ അച്ഛനെ കർത്താവ് സൗഖ്യമാക്കി. എൻ്റെ അച്ഛൻ തൻ്റെ പ്രവൃത്തിക്ക് പോയി. എന്നാൽ ഞാൻ ശരീരം മുഴുവൻ ബാധിതനാണ്. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ പരിക്കൾ, എൻ്റെ തലമുടി തൊട്ട് തല വരെ മുഴുവൻ. 9 മാസം ഒരു ഡ്രസ്സ് ധരിക്കാൻ പറ്റത്തില്ല. സ്കൂളിൽ പോയില്ല. ഇങ്ങനെ കിടക്കുക, വളരെ പ്രതിസന്ധിയിൽ കൂടെ പോവുക. ഞങ്ങളുടെ സഭയിൽ 3-4 പേരെ ഉള്ളന്ന് എന്നോട് വന്നിട്ടില്ല. സോറി, വന്ന സമയമാണ്. ഒരിക്കൽ കാണാൻ വന്നപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, കൊച്ചമ്മ എന്നും കുളിപ്പിച്ച് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞു. രാവിലെ നിങ്ങൾക്കറിയാവോ, രാവിലെ എഴുന്നേക്ക് ഈ കൈവരൽ 5ഉം ഒട്ടിപ്പിടിച്ചിരിക്കും. ദേഹത്തൊക്കെ ഒരു ദുർഗന്ധമാണ്. രാത്രിയിൽ അമ്മയെ വിളിച്ച് വെള്ളം പ്രവേശമാണ് ചൊറിഞ്ഞ് ചോരയൊക്കെ പോകുന്ന എല്ലാം 8 പ്രാവശ്യവും കുറേ സഹിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് ഇച്ചിരി ഉറങ്ങണ്ടില്ല. ഞാൻ പിന്നെ അമ്മയെ ഭാരപ്പെട്ടാന്ന് കൊടുക്കാം. 9 മാസം ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ പ്രിയ മമ്മി പാസ്റ്റേഴ്സിയുടെ അമ്മായിമ്മ, അവിടെയുള്ള 2-3 സഹോദരിമാരും ആകെ ഒരു സഹോദരനെ ഉള്ളൂ, തോമാച്ചൻ. വീഡിയോ പബ്ലിക്കിലെ ജോലി, പുള്ളിക്കാരൊന്നും അറിയത്തില്ല. അത് രക്ഷിക്കപ്പെട്ടാണേലും വീട് തീർത്ത് പിന്നെ മാറി അദ്ദേഹം സുവിശേഷം. അപ്പൊ അദ്ദേഹം രാവിലെ വീട് തീർക്കാൻ പോകുമ്പോൾ വീട്ടിൽ കയറി പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കും, വൈകിട്ട് 3 നേരം വന്ന് പ്രാർത്ഥിക്കും. 3 ദിവസം പ്രാർത്ഥന വെച്ചപ്പോൾ ഈ ശരീരത്തിലുണ്ടായ കായവും എൻ്റെ അച്ഛനും വന്ന് നീരും എല്ലാം ദൈവാത്മാവ് വളരെ ശക്തമായി വെളിപ്പെടുത്തി. പ്രാർത്ഥനയുടെ ആരംഭ ദിവസം കർത്താവ് എന്നെ സൗഖ്യമാക്കി. എൻ്റെ ദേഹത്തു നിന്നൊക്കെ പോയി. ഒരു കുഞ്ഞിന്റെ ശരീരം പോലെ എൻ്റെ ശരീരമായി. പിന്നെ 2 ദിവസം കൂടെ പ്രാർത്ഥന നടന്നു, ദൈവിക വിടുതൽ. അതൊക്കെ ഒരുപാട് വലിയ സാക്ഷ്യങ്ങളാണ്. അതിന്റെ മൂലകാരണമൊന്നും ഞാൻ പറയുന്നില്ല. തകർത്ത് കളയാൻ ദുഷ്ടം ചെയ്ത ചില അവസ്ഥ പിന്നീട് ഞങ്ങളത് കണ്ടു. ആ പ്രവർത്തിച്ച ആളുകളൊക്കെ അത് വിളിച്ചു പറഞ്ഞ് ഷേബയൊക്കെ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ അടുത്ത് പറഞ്ഞതൊക്കെ അവർ ഈ ലോകത്തിൽ നിന്ന് പോയത്. അപ്പൊ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കഷ്ടം. ഇങ്ങനെ ബൈബിൾ സ്കൂൾ പഠനം കഴിഞ്ഞ് 76 മുതൽ ഇങ്ങനെ കർത്താവിന്റെ പേര് പല സ്ഥലങ്ങളിൽ ആദ്യം പ്രവർത്തിച്ചത് എടത്തുവായ്ക്ക് പടിഞ്ഞാറ് പച്ച എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ചില മാസങ്ങൾ പ്രവർത്തിച്ചു. ചില ആളുകൾ രക്ഷിക്കപ്പെട്ടു, 7 പേര് സ്നാനപ്പെട്ടു. പക്ഷെ കത്തോലിക്കരിറങ്ങി. കത്തോലിക്ക വീടുകളിലൊക്കെ മീറ്റിംഗ് നടത്തിയ ഒരു ഉപദ്രവവും പ്രയാസം. അവിടുന്ന് വിട്ടേച്ച് പോരേണ്ടി വന്നു. അവിടുന്ന് പിന്നെ ഞാൻ കറുകച്ചാലിൽ ചില മാസങ്ങൾ താമസിച്ചു പ്രവർത്തിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഒരു KG തോമസ്, ഈ മാവേലിക്കരയ്ക്കടുത്ത് ചെറുപോലൊരു ലൂക്കാച്ചാൻ, ഇവരുടെയൊക്കെ കൂടെ താമസിച്ച് കർത്താവിന്റെ വേല എൻ്റെ പൈനിയർ വർക്ക് ചെയ്തു. അവർ തന്ന അവസരങ്ങളും അവരോടൊത്ത് ശുശ്രൂഷയെ സഹായിച്ചു. 1980 ഏപ്രിൽ മാസം 10-ാം തീയതി ഞാൻ വിവാഹിതന് റാന്നി ചിറ്റാർ എന്നാണ് എൻ്റെ ഭാര്യ വീട്. മുളുക്കുത്തി എന്നാണ് എൻ്റെ ഭാര്യ. ഞങ്ങളെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ നിലമ്പൂരോട്ടാണ് ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് പോകുന്നത്. സഭാജാതി എടുക്കുന്നത്. സഭാജാതി എടുത്തിട്ട് ഇപ്പം 45 വർഷം പിന്നിട്ടു. 45 വർഷം ഒരു കുടുംബജീവിതം. ഞാൻ കല്യാണം കഴിച്ച വീട്ടിലെ എൻ്റെ ഫാദറിലോ നീറ്റരെ ശ്രമിക്കുന്നു. എൻ്റെ മദറിലോ ഒരു നല്ല കാഴ്ചപ്പാടുള്ള മാതാപിതാക്കളാണ്. എൻ്റെ പിതാവ് മായപ്പൻ ഒരു സർക്കാർ സർവീസിലായി. ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 3 വർഷം കൂടെ കഴിഞ്ഞ അച്ഛൻ റിട്ടയർഡ്. അപ്പൊ ഈ ഞങ്ങളാണ് ഒരു ആവറേജ് കുടുംബം എന്ന് പോലും പറയാൻ പറ്റാത്ത അത്തരം ഒരു കുടുംബം. എന്നെ കാണാനായിട്ട് അച്ഛനും ഈ വൈഫിന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് പാസ്റ്റർ CC അബ്രഹാം കൂടെ വീട്ടിൽ വരുമ്പം മുന്നിൽ ഒരു തുറവൊക്കെ കിടപ്പം അവർ വിചാരിച്ചു വലിയ രമ്യകള്. അപ്പൊ അമ്മ പറഞ്ഞു, ഈ തുറ ഉൾപ്പെടെ ഞങ്ങൾക്കൊന്നും സൗകര്യമൊന്നും ഇല്ല. പക്ഷെ എൻ്റെ മദറിലോ ഭയങ്കര കാഴ്ചപ്പാടുള്ള ഒരു ദൈവദാസിയാണ്. അമ്മച്ചി 2-3 വർഷം മുമ്പ് ദൈവസേനയിൽ കടന്നുപോയി. അപ്പൊ അമ്മച്ചി മൂത്ത മോളെ സുവിശേഷകരക്കാരനെ കൊണ്ട് കെട്ടിച്ചു, ഒരു പാസ്റ്ററെ കൊണ്ട് കെട്ടിച്ചു. പാസ്റ്റർ ചെറിയ തോമസ്. ഇന്ന് നിത്യ ദൈവശ്രമിക്കും അമ്മാമ്മയും കുഞ്ഞുങ്ങളും അമേരിക്കയുടെ ഡാളസിൽ കഴിയുന്നു. 2ാമത്തെ ആളാണ് പാസ്റ്റർ CC പ്രവർത്തിപ്പിച്ചത് മുൻ ആക്ടിംഗ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ദൈവദാസൻ കല്യാണം കഴിച്ചു. ആ കാലത്ത് സുവിശേഷകരെ കൊണ്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഈസി ഒന്നുമല്ല. പട്ടിണിയും പരിവട്ടവുമാണ്. വൃദ്ധ മക്കൾക്ക് അമ്മച്ചി കെട്ടിപ്പെറുക്കി കൊടുക്കുക, വീട്ടിൽ നിന്ന് കൊടുക്കുക. ഇവിടെ റബ്ബറുണ്ട്, വരുമാനമുണ്ട്, അച്ഛൻ്റെ സാലറിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ 3ാമത്തെ മോളെ വന്നപ്പം ഒരു ഉപദേശിയെ കൊണ്ട് കെട്ടിക്കാൻ ഞങ്ങളുടെ അമ്മച്ചി ആ തീരുമാനമെടുത്തത്.
ആ അമ്മച്ചിയെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തു. മരിക്കും വരെ സുവിശേഷ വേലയ്ക്ക് ഞാൻ ഓർക്കുന്നു 80 മാർച്ച് മാസം 26 എൻ്റെ കല്യാണം ഉറയ്ക്കുന്നത്. അന്ന് ചെറുക്കനൊന്നും പോകുന്ന അത്രയൊന്നും ആയിട്ടില്ല നമ്മുടെ നാട്. എൻ്റെ പാസ്റ്റർ KC ജോൺ അന്ന് കല്യാണം ഉറപ്പിന് ചിറ്റാറ്റി പോയിട്ട് ഇവരുടെ വീട്ടിൽ പോയി കല്യാണം ഉറപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല. എടാ, ആ വീട് നീ ശുശ്രൂഷ നിൽക്കുന്നിടത്തോളം നിനക്കൊരനുഗ്രഹം. അത് അങ്ങനെ തന്നെയായിരുന്നു. ഈ അമ്മച്ചി പെൻഷനൊക്കെ മേടിച്ച അതിന്റെ വീതം തരാൻ ഞങ്ങൾ എപ്പോഴാ ചെല്ലുന്നത് കാത്തിരിക്കുക. അങ്ങനെ സുവിശേഷ വരെ ഞങ്ങൾക്ക് ഒരുപാട് കൈത്താങ്ങ് തന്നു. കുടുംബജീവിതത്തെ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട 3 ദാനങ്ങളെത്തും. എൻ്റെ മൂത്ത മകൾ ഫേബ, അവൾ കുടുംബമായിട്ട് ഖത്തറിലെ ദോഹ AG സഭയിലെ ഒരു ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് പോകുന്നു. അവൾക്കൊരു മകള് +2 പഠിക്കുന്നു, 18 വയസ്സുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന് വേണ്ടി കഴിഞ്ഞ മാസം 2 ആഴ്ച നേപ്പാളിൽ, പഞ്ചാബിലും ബീഹാർ കർത്താവിൻ്റെ പേര് അത് ഇടയ്ക്കിടയ്ക്ക് പോവുകയും അങ്ങനെ കർത്താവിൻ്റെ പേര് ഒരു പാസ്റ്റർ കുടുംബം പോലെ അവർ കർത്താവിൻ്റെ പേര് ചെയ്യുന്നു. ഭൗതിക ജോലി കാര്യങ്ങൾ. എനിക്ക് രണ്ടാമതൊരു മോന് തിനി, അവൻ ഷാർജയില് സ്വന്തം ചില പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. അത് തന്നെ അവിടുത്തെ ഒരു AG സഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് എൻ്റെ കുഞ്ഞ് വർക്ക് ചെയ്യുന്നു. അവൻ SABCയിലെ ഗ്രാജുവേറ്റാണ്. അവന് 3 മക്കളുണ്ട്. അവന് കുടുംബമായിട്ട് മോൾ അവിടുത്തെ മിനിസ്ട്രി ഷാർജ വർക്ക് ചെയ്യുന്നു. ഇളയ മോൾ ഫീബി, അവള് ഇപ്പം ന്യൂയോർക്കിലാണ്. അവൾ കുടുംബമായിട്ട് ന്യൂയോർക്കിലാണ്. ആറിനായിട്ട് അവൾ വർക്ക് ചെയ്യുന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തങ്ങനെ 3 മക്കളും 6 കൊച്ചുമക്കളുമുള്ള ഒരു വലിയപ്പനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പം ദൈവം തന്നതല്ലാതൊന്നുമില്ല. ദൈവം നടത്തി ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞ സാക്ഷ്യം വാക്യം, ഞാനാകുന്നത് കൃപയാല, എന്നോടുള്ള അവൻ്റെ കൃപാവർത്തനം. എന്നെക്കാൾ യോഗ്യരും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നു. രക്ഷിക്കപ്പെട്ടപ്പം വീട്ടുകാർ ചോദിച്ചതാ, നിനക്കാരാണ് പെണ്ണ് തരുന്നത്? നിന്റെ പെങ്ങളെ ആര് കെട്ടിക്കൊണ്ടു പോകാൻ? അന്ന് പെന്തിക്കോസിൽ മാന്യരായ ആളുകളോ മാന്യമായ കുടുംബങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങിയിട്ടില്ല. കുറെ താഴ്ന്ന ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ താഴെക്കടയിലുള്ള ആളുകളാണ് എന്ന് പറഞ്ഞപ്പം ഞങ്ങളൊക്കെ വളരെ നേരത്തെ, ഞാൻ 24 വയസ്സ് മുമ്പ് കല്യാണം കഴിച്ച ആൾ. സഭാചാരത്തിന് പോകണമെങ്കിൽ അന്ന് IPC നിർബന്ധമായിരുന്നു കല്യാണം കഴിക്കണം. ഇന്നിപ്പോ കല്യാണം കഴിക്കാൻ അത് പിതാക്കന്മാർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ കല്യാണമൊക്കെ കഴിച്ച ആളാ. എൻ്റെ 24 വയസ്സ് കഴിഞ്ഞ് മൂത്തമുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൂടെ കടന്നുപോയി. ഇങ്ങനെ ഒരു 10ഓളം സഭകളിൽ കർത്താവ് ഓൾമോസ്റ്റ് കേരളത്തിലെ 2 തവണ ദോഹയിലുള്ള IPC ശാലീൻ സഭയിൽ ആദ്യം 2000 ചില വർഷങ്ങളിരുന്നു. വീണ്ടും അഗെയിൻ 2006 ഷോർട്ട് ടൈം അവിടെ ശുശ്രൂഷിപ്പാനിടയായി. ഇന്നും അവര് സ്നേഹിക്കുന്നു, കരുതുന്നു. എൻ്റെ ശുശ്രൂഷയിൽ ദൈവം ഏറ്റവും ഉപയോഗിച്ച 2 സ്ഥലങ്ങളാണ്. ഒന്ന് പുതുപ്പള്ളിക്കടുത്ത് കാവാലിക്കര ഒരു സ്ഥലം, പുതുപ്പള്ളി സെന്റർ. പാമ്പാടി സെന്ററിലായിരുന്നു, അത് പിന്നീട് പുതുപ്പള്ളി സെന്റർ. 5 വർഷം ഞാൻ അവിടെ ശുശ്രൂഷിച്ചു. ഏതാണ്ട് 100ഓളം ആളുകളെ കർത്താവിനെ കൃപയിലേക്ക് നടത്താൻ, സ്നാനപ്പെടുത്താൻ ആ സഭയിൽ ഡിസ്ട്രിക്റ്റിലുമായിട്ട് ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്. നിരവധി ആളുകളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക. എൻ്റെ ജീവിതത്തിൽ ഈ 50 വർഷത്തെ ശുശ്രൂഷയിൽ എൻ്റെ ഏറ്റവും വലിയ ദാനം, ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഇവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ശുശ്രൂഷയെ കൈപിടിച്ച നടത്തിയ ഒരു പറ്റം ദൈവദാസന്മാരുണ്ട്. അതെൻ്റെ ഒരു സമ്പത്താണ്, അതെൻ്റെ ഒരു അനുഗ്രഹം. അങ്ങനെ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഖത്തറിൽ പോകുമ്പോൾ ദോഹയിൽ അവിടുത്തെ പഴയ ആളുകൾ പറയും, IPC ശാലീൻ സഭയുടെ സുവർണ്ണ കാലഘട്ടം. എല്ലാ വെള്ളിയാഴ്ചയും 2-3 വാഹനങ്ങളിൽ സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് പൈനീർ വർക്ക് ചെയ്യാൻ, ഈ ക്യാമ്പുകൾ വിസിറ്റ് ചെയ്യാൻ, ദേഹമൊക്കെ പുള്ളിയെ പറഞ്ഞു കേട്ടിട്ടുള്ള, ഞാൻ നേരി കണ്ടിട്ടുണ്ട്. ക്യാമ്പുകളൊക്കെ ചെല്ലുമ്പോൾ പുറമൊക്കെ പുള്ളി ചൂടുകൊണ്ട് സഹിക്കാന്ന് അവരോട് പോയി അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് അവരോട് ദൈവവചനം പറഞ്ഞു. വൈകിട്ട് ഒരു കൂട്ടായ്മയൊക്കെ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ച നടത്തും. 70-75 പേര് വരുമായിരുന്നു. നിരവധി ആളുകൾ ദൈവകൃപയിലേക്ക് വന്നു, ജാതി മത വ്യത്യാസമില്ലാതെ. ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ കഴിഞ്ഞ 50 വർഷത്തെ കർത്താവിന്റെ വേലയിൽ 100 കണക്കിന് ആളുകളെ ശിക്ഷയിലേക്കും സ്നാനത്തിലേക്കും
പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നടത്താൻ ദൈവം കൃപ ചെയ്തു. കൃപയ എൻ്റെ യോഗ്യതയോ എൻ്റെ കഴിവോ ഒന്നും ഞാൻ ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് കഷ്ടിച്ച് കടന്നുപോയിട്ട് സുവിശേഷ വരയ്ക്ക് ഇറങ്ങി. 40ാമത്തെ വയസ്സിൽ ഞാൻ BA ചെയ്തു. പഠിക്കണമെന്നുള്ളതിൽ ഭയങ്കര ഒരു ത്വരയായി. 40ാം വയസ്സിൽ സഭാചാരത്തിലിരിക്കുമ്പോൾ ഞാൻ BA സോഷ്യോളജി പഠിച്ചു. അതിനുശേഷം 55 വയസ്സിനുള്ളിൽ MBയും MDHും ചെയ്തു. PhD ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ബോഡി ശരീരം അത്ര പോരാ, ഒക്കെ കിട്ടിയതാ. പക്ഷെ ഞാൻ MDH ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോൻ ഒന്ന് BA ലിറ്ററേച്ചർ പഠിക്കുക. അപ്പൊ തോന്നുന്നു അമ്മ ഞാൻ അപ്പയ്ക്കൊന്നും നടക്കിയില്ല, അപ്പയ്ക്കൊന്നും പോകെ കാശെടുക്കണം. ഞാൻ പറയട്ടെ, B+ എന്ന് മേടിച്ച കേട്ടോ, B+ മാർക്ക് മേടിച്ച് MB പാസ്സായി. തിയോളജിക്കൽ സെമിനാറിലുണ്ട്. അതിന്റെ ഡയറക്ടർ C. തോമസ് സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന്റെ നിർലോഭമായൊരു പ്രോത്സാഹനം. എൻ്റെ പേപ്പറൊക്കെ നോക്കിയിട്ട് എന്നെ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ട്. എന്നെ ഉദ്ദേശിച്ച് ഇത് മുഴുവൻ പ്രസംഗമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. സാറേ, ഇത്ര വർഷമായിട്ട് പ്രസംഗിച്ചതൊക്കെ എനിക്ക് പ്രസംഗമാണ് വരുന്നത് എന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിനെ പ്രോത്സാഹിക്കും. കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു തോമസ് കുട്ടി MDH ചെയ്യണം. MDHന്റെ തീസീസ് തയ്യാറാക്കുമ്പം സ്റ്റീഫൻ സാറായിരുന്നു എൻ്റെ മെന്റർ. ഞാനിങ്ങനെ ഇവിടെ ഉള്ള ഇന്ത്യ ബൈബിൾ കോളേജ് ആത്മീയ യാത്രയുടെ ലൈബ്രറി പോയി കുറെ എല്ലാം എഴുതി അങ്ങോട്ട് സാറിന് എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ സാറ് ചുമതല വെച്ചുകൊണ്ട് ഒരു വരച്ചോളൂ, ഇത് പോവാ എന്ന് പറയും. എനിക്ക് ആകപ്പാട് സങ്കടം. ഞാൻ ഈ സഭാചാർജ് വിവിധ നരേക്കാശാവിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവിടുന്ന് എന്തായാലും എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു ഇത് പഠിക്കണം. പ്രായമുള്ള ആരെങ്കിലും ദൈവനം പഠിക്കാൻ പ്രായമായതൊന്നും ചിന്തിക്കരുത്. ഇന്ന് ഞാൻ 1 മണിക്കൂർ കൂടുതൽ വായിക്കുന്ന, ഇന്നും വായന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുക്സ് വായിക്കുക. ഇപ്പൊ അത്രയും പറ്റുന്നില്ലെങ്കിലും 1 മണിക്കൂർ കൂടുതൽ എല്ലാ ദിവസവും വായിക്കാൻ ഞാൻ സമയമെടുക്കും. ബൈബിൾ, ഈ തിരുവചനം, വിശുദ്ധ വേദപുസ്തകം 91ാമത്തെ പ്രാവശ്യം തന്നെ വായിക്കും. ഓൾ ബൈബിൾ. ഇപ്പം ഓഗസ്റ്റ് 19ാം തീയതി 91ാമത്തെ പ്രാവശ്യം തുടങ്ങി. ഇന്ന് ഞാൻ ജോഷുവയുടെ പുസ്തകം വൈകിട്ട് 15ാമത്തെ വരെ എത്തി. ഇപ്പൊ ഞാനിങ്ങനെ സിസ്റ്റമാറ്റിക്കലായിട്ട് വായിക്കുന്നുണ്ട്. ഇത്ര സമയമായ ഇത്ര വായിച്ചു. എനിക്കിതിപ്പോ ഒരു 3 മാസം 4 മാസം കൊണ്ട് ഒരു പ്രാവശ്യം വായിച്ച് തീർക്കാൻ പറ്റും. ഇങ്ങനെ മാക്സിമം വായിച്ചിട്ടും ഈ 91ാമത്തെ പ്രാവശ്യം രാവിലെ വായിച്ചിട്ടും ഈ വൈകിട്ട് വായിച്ചിട്ടും എനിക്കിത് പഴയതായില്ല. ഞാൻ സെക്യുലർ പീരീഡിലെ അനേക ബുക്സ് വായിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം വായിച്ച ബുക്സ് ഉണ്ട്. 3ാമത്തെ പ്രാവശ്യം വായിക്കാൻ എടുത്തപ്പോൾ എനിക്കതിനകത്തെ കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ എനിക്ക് വായിക്കണ്ട. ഈ തിരുവചനം സ്വർഗത്തിലെ സ്ഥിരമായ തിരുവചനം, ഇത് വായിച്ചാലും പഠിച്ചാലും തീരാത്ത എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഈ വചനമാണ്. ഞാനിങ്ങനെ സഭാചാരമൊക്കെ 1983 ഞങ്ങൾ 86 കാലഘട്ടം കേരളത്തൂർ കല്ലുപാലം എന്ന് പറയുന്ന ഒരു സഭയിലിരിക്കാന്ന് പോൾ ഗോപാലകൃഷ്ണൻ കുഴിക്കാരായാലും ഞാൻ എരന്തൂര് ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഒരു വണ്ടിയെ തിരുവല്ലായിക്കൂടി അദ്ദേഹം തിരുവല്ല ബൈബിൾ സ്കൂളിൽ ശാലയുടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പോകാനും തിരുവല്ലായിക്ക് ഞങ്ങൾ ബസ്സിന് വരുമ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, തോമസ് കുട്ടി, നമ്മളിപ്പോൾ ചെറുപ്പമാണ്, നമ്മളെല്ലാവരും ഓരോ സ്ഥലമാറ്റം വരുമ്പോൾ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോകാന്നൊക്കെ പറയും. എന്നാൽ നമ്മളൊരു പ്രായമൊക്കെ ആയിക്കഴിയുമ്പം നമ്മളെ ആരും വിളിക്കത്തില്ല, ചുമയും കൊരയൊക്കെ പിടിക്കും. അതുകൊണ്ട് കിട്ടുന്ന നന്മയുടെ ഒരു ഭാഗം ഒന്ന് സേവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യദാസം പറഞ്ഞ ഒന്ന് മറുപടി ആട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ തോന്നി ഇനിയൊക്കെ അപ്പം ഏതെന്തോ സഭയെന്നൊക്കെ പറഞ്ഞ് 22 കുടുംബമുണ്ട്. 20 കുടുംബവും വളരെ സെറ്റില്ല. ഞങ്ങൾ കൊച്ചു പിള്ളേരായത് കൊച്ചു പ്രദേശിന്നൊക്കെയാണ് വിളിക്കുന്നത്. അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ബഹുമാനിച്ച് ഒരു പൈനാപ്പിളും ഒടിച്ചാൽ അതിന്റെ വീതം ഉപദേശിക്കൂടെ തരാതെ അവർ കഴിക്കില്ല. തറ സ്നേഹിക്കുന്ന ആളുകൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ 1984 ഒരു ചേർത്തക്ക് സ്കൂട്ടറൊക്കെ മേടിച്ചത്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കും. 83 പോൾ ഗോപാലകൃഷ്ണൻ ഞാൻ പറഞ്ഞ ആദ്യത്തെ ആഴ്ച ഞങ്ങളുടെ സഭയിൽ ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറാണ്, ഉപവാസ പ്രാർത്ഥന. അപ്പം മദ്രാസിൽ MRF ജോലി ചെയ്യുന്ന അവിടുത്തെ അക്കൗണ്ട് സെക്ഷൻ ജോലി ചെയ്യുന്ന ഒരു ബേബിച്ചാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ മദ്രാസിൽ നിന്ന് ഒരു ദൈവദാസനെ കൂടെ കൊണ്ടുവരുന്നുണ്ടല്ലോ.
എനിക്കറിയത്തില്ല. ആ ബേച്ചാൻ്റെ കൂടെ വന്നു. അവർ പുള്ളിക്കാരെ താമസം യോഗത്തിൻ്റെ സമയത്ത് വന്നു. ആദ്യത്തെ പകരത്തെ യോഗം കഴിഞ്ഞു. അപ്പൊ ആ ദൈവദാസൻ ഇങ്ങോട്ട് വന്ന അനിഭാഷ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല ദൂത് പറയുന്നത്. ജോയി പാസ്റ്റർ തൃശ്ശൂരുകാരനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് സഹോദര അല്ലെ പാസ്റ്റർ അല്ലെ സഹോദരി, നിനക്ക് ഇന്ന വിഷയമുണ്ട്, ഇന്നാരോടൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ശക്തമായി ദൈവത്തിന്റെ ദൂത് പറയുന്ന ഒരു മനുഷ്യൻ. ആളുകൾ വർക്കായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം ഞാനപ്പം യോഗമൊക്കെ കഴിഞ്ഞ് കൺക്ലൂഷൻ ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പം ഈ ദൈവദാസൻ എന്നോട് ഒരു ദൂത് പറഞ്ഞു. ഞാൻ നിന്നോട് കൽപ്പിച്ചത് നീ ചെയ്തു, ഇതുവരെ ചെയ്തു, ഇനിയും നീ അങ്ങനെ ആയിരിക്കണം. നിനക്ക് വേണ്ടി നീ ഒന്നും ചരിതെന്ന് പറഞ്ഞ വാക്ക് കഴിഞ്ഞാൽ അതുപോലെ ഓർക്കുക. നീ നിനക്ക് വേണ്ടി ഒന്നും ചരിക്കരുത്. നീ എൻ്റെ കാര്യം നോക്കിക്കോ, ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. അപ്പൊ ഞാനിങ്ങനെ ശിക്ഷിക്കപ്പെട്ട നാള് മുതൽ ഞങ്ങളുടെ സ്ഥലത്ത് ചെറുപ്പക്കാരായ 1-2 ദൈവദാസന്മാർക്ക് ഒന്ന് പാർക്കും. ഞാനൊരു രോഗിയും ഇങ്ങനെ സൗഖ്യമൊക്കെ പ്രാപിച്ച അവരെ ആരോഗ്യമില്ലാത്തതുകൊണ്ട് എൻ്റെ പിതാവ്, ഞങ്ങൾ 5 മക്കൾ, എനിക്ക് അവിടെ ഉള്ള എൻ്റെ അച്ഛൻ്റെ ചെറിയ കച്ചവടമൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഒരു വടയും ഒരു ഏത്തക്കാപ്പും, ഒരു മുറി ഏത്തക്കാപ്പും ഒരു കാസ് എന്ന് പറയുന്ന ചായക്കടയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറെ വീട്ടിലെല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റുകയില്ല. വീട്ടിൽ എന്നോടുള്ള എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ആ കരുതലും സ്നേഹം കൊണ്ട് എനിക്കിത് തരും. ഞാനിങ്ങനെ രക്ഷിക്കപ്പെട്ട് അഭിയോഗം ഞാനിത് മേടിച്ച് പൊതിഞ്ഞുകൊണ്ട് ഈ ദൈവദാസന്മാർക്ക് കൊടുക്കും. അവരവിടെ പട്ടിണി പ്രയാസമായിട്ട് കഴിക്കുക, അവർക്ക് കൊടുക്കും. എന്നിട്ട് കള്ളമായിരിക്കും അച്ഛനോട് പറയും, ഞാൻ മേടിച്ച സത്യമുള്ളൂ, ഞാൻ കഴിച്ചു വയ്ക്കുന്നത്. അങ്ങനെ ചെയ്യും. എനിക്ക് പഠിക്കാൻ പോയപ്പോഴൊക്കെ കൂട്ടുകാര് സോപ്പ് നീരൊക്കെ വീട്ടിൽ അന്ന് നീലമൊക്കെ മുക്കുന്ന കാലം ഇതൊക്കെ കൊണ്ടുപോയാൽ എല്ലാവർക്കും കൊടുത്തേക്ക് തുണി ചവിളിക്ക് കൊണ്ടും അമ്മയും പെങ്ങളൊക്കെ നനച്ച് തരും. പിറ്റേ ആഴ്ച സോപ്പ് അങ്ങനെ കൊടുക്കും. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് എൻ്റെ അമ്മ പറഞ്ഞത്, അമ്മ വല്ലതും പോയിട്ട് വരുമ്പോൾ ആ തുണിയെല്ലാം കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കണം. അവനവിടെ ആരെയും കണ്ട എടുത്തു കൊടുക്കും. എൻ്റെ കർത്താവിന് 2 ഉള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ചെയ്തു. അങ്ങനെ ഈ ദൈവദാസൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വരൂപിക്കണം, സമ്പാദിക്കണം എന്നുള്ള ചിന്തയൊക്കെ മുൻകിട്ടു. കിട്ടിയതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി കേട്ടോ. ഇവരെ 3 പേരും മൂത്ത മോള് നേഴ്സ്. അതുകൊണ്ട് വിദ്യാഭ്യാസം തരാം. ഇപ്പൊ ഞാൻ ഈ പാർക്കുന്ന വീട്, ഈ വീട് ഞാൻ 96 തൊട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഒരു മനുഷ്യനാണ്. കർത്താവിന്റെ പേരെയാ പോയെന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവ് എന്നെ അയച്ചു. അതിന് ദൈവത്തിന്റെ വാഗ്ദത്തം 70-കളിലൊക്കെ 71-ലൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് വരുന്ന ദൈവദാസന്മാർ ദൂത് പറയാം, നിന്നെ അന്നത്തെ പ്രവാചക ശൈലിയ, നിന്നെ 5-ാം കടലിന് അക്കരെ അയക്കും, നീ അറിയാത്ത ഭാഷക്കാരുടെയും ജാതികളുടെ ഇടയിലൊക്കെ ശുശ്രൂഷിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പൊ ഞാൻ ഓർത്ത് കർത്താവ് എന്തോ വിദ്യാഭ്യാസമൊന്നുമില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, ഇങ്ങനെയുള്ള വിഷയം. അപ്പൊ 96-ൽ ഞാൻ ശുശ്രൂഷിച്ച ഒരു സഭയിൽ ഒരു അച്ഛൻ കുവൈറ്റിലേക്ക് വിസ എടുത്തു, ദുബായിലേക്ക് ആ സഭയിൽ മറ്റൊരു സഹോദരൻ വിസ എടുത്തു, പിന്നെയുള്ള മാസ്കറ്റ് 3 ഞാൻ വേങ്ങൽ ശുശ്രൂഷിക്കുമ്പോഴാണ് ആ സഭയിലെ സഹോദരന്മാരെടുത്ത് അവരുടെ കൂടെ പാർക്കുകയും അവിടെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അപ്പൊ അതിനു മുമ്പേ 90-കളിൽ ഞാൻ പുതുപ്പള്ളിയിരിക്കുമ്പം ഡോക്ടർ അലക്സ് എബ്രഹാം, ഇന്ന് ഓപ്പറേഷൻ അകപ്പയുടെയൊക്കെ പ്രധാന പ്രവർത്തനമായി ഡോക്ടർ അലക്സ് എബ്രഹാം പുതുപ്പള്ളിയുടെ സഭാവിശ്വാസി. അദ്ദേഹം ലുധിയാന PMC വർക്ക് ചെയ്യുക, അദ്ദേഹവും ഭാര്യാനി. അപ്പൊ ഞങ്ങള് ഹരിയാനയിലും ഡൽഹിയിലാണ് മൂത്തച്ചേടത്തിയും കുടുംബവും കർത്താവിന്റെ പേരിലാണ്. അവരെയും വിസിറ്റ് ചെയ്ത് ലുധിയാനയിൽ ഒക്കപ്പാനായിട്ട് ലുധിയാനായിട്ട് അന്ന് തീവ്രവാദികളുടെ തീവ്ര പ്രവർത്തനം നടക്കുന്നത്. ഡോക്ടറുടെ ലേബലും വണ്ടിയുടെ എംബ്ലവും ഒക്കെ ഉള്ളതുകൊണ്ട് തീവ്രവാദികൾ വിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഡോക്ടർ അലക്സിന്റെ കൂടെ പോയി. ഒരു കൃത്യം സ്ഥലത്തേതൊന്നും പറയാൻ അറിയത്തില്ല, 90-ലാണ് ഇങ്ങനെ പ്രസംഗിച്ച ആ രാത്രി പഞ്ചാബികൾ, ഞാൻ പറഞ്ഞത് റോയി എന്ന് പറയുന്ന ദൈവദാസൻ പഞ്ചാബിലേക്ക് മൊഴി മാറ്റി കുറെ ആളുകൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ തീരുമാനം ചെയ്തു. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി. നീ അറിയാത്ത ജാതികളുടെയും ഭാഷക്കാരുടെയും വിടുവെന്നില്ലേ പറഞ്ഞു. അത് പൂർത്തിയായല്ലോ. ഇന്ന് രാത്രി ഞാൻ പാസ്റ്റർ ബോബിയുടെ വീട്ടിൽ റെസ്റ്റ് എടുക്കുമ്പോൾ കർത്താവ് എനിക്ക് പറഞ്ഞു, എടാ കുഞ്ഞെ ഇതല്ലടാ, ഇനി നിനക്ക് ഒരുപാട് യാത്ര, ഇത് നല്ലതാ, ഇനിയും ഉണ്ട്, ഇവിടെ കൊണ്ട് തൃപ്തി അടയുന്നു. 96 ഇങ്ങനെ യാത്ര ചെയ്തു. 98-ല് അമേരിക്ക കടന്നു പോകാനിടയായി. പോയെന്നൊന്നും പറയാൻ പറ്റില്ല. ദൈവം ശുശ്രൂഷ തന്നു, നല്ല ശുശ്രൂഷകൾ ദൈവം ഒരുക്കി തന്നിടത്തൊന്നും ദൈവം അത് മാനിക്കാതിരുന്നില്ല, ദൈവം എല്ലാം ചെയ്തു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. ഒരു പ്രത്യേക ഇൻസിഡന്റ് 2000
എൻ്റെ ഇളയ മോള് മംഗലാപുരം ഇറ്റായി കോളേജിൽ BSc നഴ്സിംഗ് ചെയ്യുക. അവളുടെ കോഴ്സ് തീരാൻ പോകുക. അതിന് മുമ്പ് ഡിസംബറിൽ അവളുടെ കൂട്ടുകാരി മൂവാറ്റുപുഴയ്ക്ക് അടുത്ത വീട് കയറി പാർക്കുക. അപ്പോൾ അവളുടെ ആങ്ങളെയും അവളും കൂടെ പറഞ്ഞു, പപ്പായോട് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ച് വെക്കണം. ഒരു ചാച്ചി, ആങ്ങളെ ചാച്ചി എന്നാണ് വിളിക്കുന്നത്, ചാച്ചിയെ നമുക്ക് രണ്ടും കൂടെ ആ വീട്ടിൽ പോകണം. എന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ, ഞങ്ങളതൊരു വാടക വീട്ടിൽ തിരുവല്ല ടൗണിൽ താമസിക്കുക, സംസാരിക്കുമ്പം ഇങ്ങനെ പറഞ്ഞു, ചാച്ചി എൻ്റെ കൂടെ പഠിക്കാൻ എല്ലാവർക്കും വീടുണ്ട്, നമുക്ക് മാത്രം സ്വന്തമായൊരു വീടില്ല. ഉടനെ എൻ്റെ മോൻ, അവൻ വളരെ സങ്കടത്തോടാണ് ഞാൻ കേട്ടില്ല, എൻ്റെ വൈഫാ കേട്ടത്. അവൻ പറഞ്ഞു, എടി അപ്പ നിന്നെ വീട് വീട്ടിൽ കെട്ടിച്ചു വിടും, എനിക്കല്ലേ വീടില്ലാത്ത. ഞാൻ വന്നപ്പം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, പിള്ളേരും കൂടെ അവളെ കേൾക്കുന്നത് അവരറിഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞു. അതെന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. കർത്താവേ, നീ എന്നെ ഇത്രയും വർഷം കർത്താവിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അവരൊരിക്കലും അപ്പം ഞങ്ങൾക്ക് എന്താ വീട് മേടിക്കാത്ത 96 എൻ്റെ വൈഫ് പറഞ്ഞു, നമ്മളിങ്ങനെ വീട്ടും വാടകയൊക്കെ താമസിക്കുക, നമുക്കൊരു വീടൊക്കെ വേണ്ടായോ എന്നൊരു. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, എഴുത്തെഴുതി. ഞാനതിന് മറുപടി ചെയ്തു, എൻ്റെ മോളുകുട്ടി, എനിക്ക് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് ഉറപ്പാണ്. ഈ ഭൂമിയിൽ ഒരു വീടുകൂടെ കർത്താവ് തരികയാണെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ല, വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരിക്കലും എൻ്റെ ഭാര്യ, എന്താ നിങ്ങൾ വീട് മേടിക്കാത്ത, നമുക്ക് വീടില്ലെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ അവരിങ്ങനെ പറഞ്ഞതിന് കർത്താവിനോട് പറഞ്ഞു, എടാ, ഈ 2010 ജനുവരി മാസം 1-ാം തീയതി നീ ഒരു വീട്ടിൽ കയറി പാർക്കാൻ പോകാൻ. 6 മാസം കഴിഞ്ഞ് ഈ വീട് എഴുതുന്നു. ഈ വീട്ടിൽ വരുമ്പോൾ ഈ കർട്ടൻ കഴിഞ്ഞ മാസം ഞങ്ങൾ 2 മാസം മുമ്പ് മാറില്ല, അതിന് മുമ്പ് 15 വർഷം അവരിട്ട കർട്ടൻ, വെൽ സെറ്റിൽഡ് ആയ ഒരു വീട്. കർട്ടൻ പോലും എനിക്ക് മേടിച്ചിടേണ്ടി വന്നില്ല. ഇങ്ങനൊരു വീട് എനിക്ക് കർത്താവ് തന്നു. കാരണം എനിക്ക് ഒരു സ്ഥലമുണ്ടായിരുന്നു, അത് കൊടുത്ത് എൻ്റെ കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെ സ്ഥലമൊക്കെ അന്വേഷിച്ചു അങ്ങനെ ഈ ഒരു വീട് എനിക്ക് തന്നു. അത്യാവശ്യം പാർക്കാനുള്ളൊരു വീടുണ്ട്. ഇത് എൻ്റെ പ്രതീക്ഷയേക്കാൾ അപ്പുറത്താണ്. ലോകത്തിൽ ഞാൻ പറയാം, ഈ 50 വർഷം കർത്താവിൻ്റെ പേരിൽ ഒരു സിംഗിൾ പെൺകുട്ടികളോട് ചോദിച്ചു മേടിച്ചിട്ടില്ല. എൻ്റെ പിള്ളേരെ പഠിപ്പിക്കണമെന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്താൻ ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ദൈവവുമായിട്ടൊരു ഉടമ്പടിയെ ഇറങ്ങിയത്. ഞാൻ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി ഇറങ്ങിയത്. ദൈവം എന്നെ നടത്തും. ഞാനൊരു സാക്ഷ്യം കൂടെ, ഈ സാക്ഷ്യം കേൾക്കുന്നത് ചിലപ്പോൾ ഉറപ്പില്ല. എൻ്റെ ഇളയ മോള് BSc നഴ്സിംഗ് നിറ്റായിൽ അഡ്മിഷൻ എടുത്തു. അന്ന് സണ്ണി മോള് പോയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ശ്രമിക്കാൻ ഒരു വാർക്കുണ്ടായിരുന്നു, പ്രവൃത്തി ഉണ്ടായിരുന്നു. എൻ്റെ മോളുടെ കൂടെ അവൾ നിക്കോൾസൻ്റെ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ അവിടെ +2 മോൻ പറഞ്ഞു, ഇനി അവളെ എവിടെയൊക്കെ പോകാൻ നമ്മുടെ കൂടെ നിൽക്കട്ടെ. നമ്മൾ തിരുവല്ല കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് പഠിപ്പിച്ചു, +1 +2. അപ്പോൾ അവിടെ കൂടെ പഠിച്ച കുറേ കുഞ്ഞുങ്ങളുടെ പേരൻസ് പറഞ്ഞു, ഫീബി എവിടെ പോന്നു, അവിടെ ഞങ്ങളുടെ പിള്ളേർ വരെ. കാരണം അവളൊരു സാക്ഷി. എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരും എനിക്ക് തന്ന, ഞാനൊക്കെ വളർത്തിയതും വില കൊടുത്തതും. ഞാൻ അവരോട് പറയുമായിരുന്നു, മക്കളെ, ഞാനെടുത്ത ഈ പുസ്തകത്തിന് വിരോധമായി എന്തെങ്കിലും കളിച്ചാൽ അന്ന് എൻ്റെ അപ്പൻ പ്രസംഗം സാക്ഷ്യമില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് പ്രസംഗിക്കാൻ നിങ്ങളുടെ അപ്പനെ അവരുത്തരുന്നു. എൻ്റെ മക്കൾ 3 പേരും ആ വാക്ക് പാലിച്ചു. എൻ്റെ കുഞ്ഞിനെ പഠിക്കുമ്പം നിക്കോൾസൺ മൊത്തമാക്കാതെ റെസിഡൻഷ്യൽ സ്കൂളല്ലേ, അവിടെ ഒരു കുട്ടിക്ക് പ്രയാസം വന്നാൽ കൊച്ചമ്മ വിളിക്കുന്ന ബിബിയാണ്. ബിബി അവളോടൊന്ന് ഇടപെടും, അവളോടൊന്ന് വർത്താൻ. അവൾ BSc നഴ്സിംഗ് പഠിക്കുമ്പോൾ അവിടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളെല്ലാം സ്നാനത്തിലേക്ക്, രക്ഷയിലേക്ക് നടത്തും, ആരാധനയിലേക്ക് കൊണ്ടുവന്നു. നിരവധി പ്രോബ്ലം, ഇന്നും എൻ്റെ കുഞ്ഞ് പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട്. ചില അപ്പന്മാർ വെല്ലുവിളിച്ചു, നിന്നെ ശരിയാക്കും. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു അപ്പം പറഞ്ഞു, ഞാൻ നിന്റെ കില്ലറ. സമയം കഴിഞ്ഞോ സിസ്റ്ററെ? എന്ന് പറഞ്ഞ് അങ്ങനെ പോരാടി. ഇന്നുള്ള പോരാട്ടമൊക്കെ സഹിക്കാൻ പോകുന്നത്. പക്ഷെ ഞാനൊരു ഉറപ്പ് പറയും, മോളെ, ഒരാത്മാവിന്റെ വില സകല ഭൂലോകത്തേക്ക് അഭിനയിക്കുന്നതാണ്. മംഗലാപുരത്തിൽ ഞാൻ ഡെഡ് ബോഡി എടുത്തോണ്ടിരുന്ന പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ദൈവം വലിയവനാണ്. ഈ കുഞ്ഞ് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് 1,30,000 ഡൊണേഷൻ കൊടുക്കണം, പിന്നെ ഫീസ് വേണം. എനിക്കൊരു നിവൃത്തിയില്ല. ഞാനന്ന് വിദേശത്തൊക്കെ പോയി വരികയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. ഇവിടെ വരുമ്പോൾ കർത്താവിനോട് പറയുന്ന ഏതെങ്കിലും കാര്യം അത് ഞാൻ ചെയ്തു. എനിക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരിക്കലും കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് ഒത്തിരി കരഞ്ഞു. എൻ്റെ സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അവളോട് ദൈവസന്നിധിയിലെ കാര്യം കുഴപ്പമില്ലെന്ന് അവരോട് പറയാൻ പറ്റുകയല്ലോ. അങ്ങനെ ഞാൻ
ഒരു രാത്രി ഇങ്ങനെ ഒരു കുഞ്ഞോട് പറഞ്ഞു, മോനെ ഈ വർഷം അപ്പയ്ക്ക് പഠിപ്പിക്കാൻ മോനെ വിടാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നെക്സ്റ്റ് ഇയറിൽ അപ്പോൾ മോനെ വിടാം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അവള് എന്നോട് ഒരിക്കലും എനിക്കിപ്പോൾ തന്നെ പോകണമെന്നൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു വാശിയും ഒരു കാര്യത്തിൽ ചെയ്തിട്ടില്ല. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായിട്ട് പ്രാർത്ഥിച്ചു. ഏഴു ദിവസം രാവിലെ എൻ്റെ മൂത്ത മകൾ അവൾ വിവാഹിതയായി, 2004 വിവാഹിതയായി, ബൊഹേലാണ് കുടുംബം. ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പ അച്ചാച്ചൻ പറഞ്ഞു അപ്പയ്ക്ക് 1 ലക്ഷം രൂപ തരാം, 1 ലക്ഷം രൂപ അപ്പയ്ക്ക് തരാം, അച്ചാച്ചൻ സിവിയെ പഠിപ്പിക്കാൻ വരികയല്ലേ, ആവശ്യമില്ല രൂപ കാണുമല്ലോ. ഞാൻ എൻ്റെ മൂത്ത മകളോടോ മോനോടോ ഒന്നും ചോദിച്ചില്ല, എടാ വെച്ച് എനിക്ക് വേണം പറഞ്ഞാൽ തരാം, അവന് അത്ര സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ വൈഫിനോട് നമ്മുടെ ഒറ്റ കാര്യം ഒരാളോട് പറയില്ല, നമ്മുടെ കർത്താവിനോട് മാത്രം പറയണം. വിശ്വാസത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ കാലത്ത് 10 വർഷം ഞങ്ങളുടെ നെടുപ്പുറത്ത് വന്ന് പാടിയൊരു പാട്ട് ഒരിക്കലും മറക്കുകയില്ല. എന്താനന്ദം എനിക്ക് എന്താനന്ദം, എൻ്റെ താഴത്തെ വരികളിൽ ഒന്നും കണ്ടിട്ടല്ല എൻ്റെ ജീവിതം വിശ്വാസക്കാൽ ചൂടിനത്രേ. വിശ്വാസം പ്രസംഗിക്കുകയല്ല, വിശ്വാസം ജീവിതത്തെ അനുഭവിച്ചു. എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു, അവളെ പ്ലീസൊന്നും എനിക്കൊരു മുടക്കവും വന്നില്ല. ഒക്കെ ദൈവം എനിക്ക് വിശ്വാസം വഴി നടത്തി. അവരുടെ വിവാഹമൊക്കെ വന്നപ്പോൾ ഞാനൊന്നും അറിയാതെ ദൈവമെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു. ധന്യമായിട്ട് ഒക്കെ ഞാൻ 2 കാര്യം പ്രാർത്ഥിച്ചു. കർത്താവേ, ഒന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നിനെ വിളിച്ചോണ്ട് വരല്ലേ, ഞാനൊന്ന് തരുന്നില്ല, എൻ്റെ കർത്താവ് തന്നെ. അതുകൊണ്ട് ഈ മൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് 3 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്. ദൈവമക്കളെ, നിനക്ക് എത്ര പ്രിയപ്പെട്ടവരെ, നീ പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. ഇന്ന് വരെ കർത്താവ് നടത്തി. ഇപ്പം ശാരീരികമായിട്ടൊക്കെ എനിക്ക് 96 ആദ്യത്തെ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായി. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ചില ദിവസങ്ങൾ CCU കടന്ന് മരണത്തോളം എത്തി. പിന്നീട് 98 ഉണ്ടായി. 2018 ഒരു 5 ക്ലാസ്സൊക്കെ ചെയ്തു. ഇപ്പോഴും കുറേയേറെ പ്രോബ്ലം ഉണ്ട് ഹാർട്ടിന്. മെഡിസിൻ ആൻഡ് എക്സസൈസ് മാത്രം പറയുക. എൻ്റെ ശുശ്രൂഷ തീരാത്തതുകൊണ്ട് ഞാൻ ഈ രാത്രിയിലും ഈ സന്ധ്യാസമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുക. ദൈവം ശുശ്രൂഷ ഇനി പോരെന്ന് പറയുമ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ സാധിക്കട്ടെ, ഇന്നിടത്തോടെ പോയിട്ട് വേണമെന്നൊന്നും ഒരു ചിന്തയില്ല. കാരണം ദൈവം എന്നെ അത്ഭുതകരമായി നടത്തി. എൻ്റെ കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എനിക്കറിയത്തില്ല, എങ്കിലും എനിക്ക് കഴിയാകുന്നപ്പോൾ എന്നാലാവോളും സുവിശേഷത്തിൻ്റെ ഒരു പങ്കാളിയായി ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തെ ശുശ്രൂഷിപ്പാൻ. 31 വർഷം ഡയബറ്റിക്കിന്റെ പ്രോബ്ലം എനിക്കുണ്ട്. ഒന്നും എന്നെ അധികരിക്കാതെ ദൈവം എന്നെ ഇന്ന് വരെ നിർത്തി. തിരുവല്ലയിൽ ഇപ്പം ഞങ്ങൾക്കൊരു സഭയുണ്ടായി, ഒരു വാടക കെട്ടിടത്തിൽ ആരാധന നടക്കുന്നു. കുറച്ച് വിശ്വാസം എനിക്ക് പാസ്റ്റിംഗ് മിനിസ്റ്ററി ആയതുകൊണ്ട് എന്നോട് ഇന്ന് രാവിലെ റിട്ടയർഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞ റീറ്റയർമെന്റ്. ഈ സുവിശേഷ വേദിക്ക് എൻ്റെ പാസ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ 1925 പറഞ്ഞൊരു പദം റിട്ടയർമെന്റ്, റീറ്റയർമെന്റ്. നിന്നെ പിന്നെയും പുതുക്കി, അതെ പിന്നെയും ദൈവത്തിന്റെ വേല ചെയ്യിക്കുന്നു. ഈ സമയം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ജോയ്സ് ടിവിയുടെ എല്ലാ പ്രവർത്തകരോടും അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കേൾക്കുന്ന എല്ലാവരെയും എൻ്റെ ഈ സാക്ഷ്യം നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ദൈവം പ്രാപിക്കാൻ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ചില നിമിഷങ്ങൾ കർത്താവേ ജോയ്സ് ടിവിയില് അടിയന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാനിടയായി. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ. ഇതിന്റെ ഇനി പ്രവർത്തിക്കുന്ന ഈ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം. നിന്റെ ജനം അതേ നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്യുന്നത് എൻ്റെ നന്മയ്ക്കായി ഓർക്കണമെന്ന് അവരുടെ നന്മയ്ക്കാക്കി തീർക്കണമേ. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന അനേക കർത്താവിനെ കാണുവാൻ, അനേക വിശ്വാസത്തിൽ ഉറപ്പ് പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. പ്രാർത്ഥന കേട്ടോട് സ്തോത്രം. യേശുവിന്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു.